നമുക്കൊരു വാക്കും കൂടെ പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കർത്താവിലേക്ക് നോക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അതേ കർത്താവേ, അവിടെ നിന്നാണ് വചനം പാപത്തിൻ്റെ അന്ധകാരമൊക്കെ ദുരിതമാക്കുവാനായിട്ടുള്ള അവിടുത്തെ ആ വേദ പ്രമാണങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അതേ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അവിടുത്തെ സ്വരം, ആ യേശുവിൻ്റെ സ്വരം കേൾക്കുവാൻ കർത്താവ് അവിടുത്തെ സ്വരം കേട്ടപ്പോൾ കല്ലറയിലുള്ളവരാർക്കും മനുഷ്യപുത്രൻ്റെ സ്വരം കേൾക്കുമ്പോൾ കല്ലറകളിലുള്ള അവരെ ജീവിക്കുമെന്ന് അവിടുന്ന് പറഞ്ഞതുപോലെ യോഹന്നാൻ 20:25 പറഞ്ഞുവല്ലോ. അതെ കർത്താവേ, those who hear the voice of the Son of Man will live. അത് അടുത്ത ശബ്ദം ഞങ്ങൾക്ക് കേൾക്കണം. ബദനിയിൽ മറിയം തിരഞ്ഞെടുത്ത നല്ല അംശം അവിടുത്തെ കാറ്റിലിരുന്ന് അവിടുത്തെ ജീവന മൊഴികളെ കേൾക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. അവിടുത്തെ നമ്മുടെ മൂലപ്പെടുന്നതില്ല യേശു കർത്താവിൻ്റെ വിലയേറിയ മാതൃക നാട്ടിൽ അങ്ങനെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവിടെ ദൈവത്തിൻ്റെ ഒരു ദാഹം, യോഹന്നാൻ 4-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ ശമരിയ സ്ത്രീയുടെ ആ ഒരു സംഭവമാണെന്ന് നമുക്കറിയാം. അവിടെ ദൈവത്തിൻ്റെ ഒരു ദാഹം, നമ്മളുടെ ദാഹവും ശമിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അതിൻ്റെ അവിടെ ദൈവം വാഞ്ചിക്കുന്നു, ദൈവം ഇച്ഛിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഹൃദയത്തിൻ്റെ വലിയ ദാഹവും ഇച്ഛയും വാഞ്ചയും എന്തൊക്കെയാണ്? കർത്താവ് അവിടെ ആ യോഹന്നാൻ 4:7 ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു. ഗിവ് മി എ ഡ്രിങ്ക്, എനിക്ക് ദാഹിക്കുന്നു. കർത്താവ് ക്രൂശിലും ആ കാര്യം തന്നെ പറഞ്ഞത്. യോഹന്നാൻ 19-ാം അധ്യായത്തിലേക്ക് നമ്മളന്ന് തിരിയുവാണെങ്കിൽ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 19:28, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ക്രൂസില് ശരിയാ, കർത്താവിനെ ആക്ഷരികമായിട്ടും ദാഹിച്ചു. അതെ, അവിടെ യോഹന്നാൻ 4-ാം അധ്യായത്തിലും കർത്താവിനെ ആക്ഷരികമായിട്ടും ദാഹിച്ചു. യോഹന്നാൻ 4:6 നമ്മളത് കാണുന്നുണ്ട്. അവിടെ യാക്കോബിന് ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് യോഹന്നാൻ 4:6 4:6 ഉറവിനരികെ അല്ലെങ്കിൽ കിണറ്റിനരികെ ഇരുന്നു. അവിടെ യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഹി വാസ് ടയേർഡ്. ശരിയാണ്, കർത്താവ് നമ്മെപ്പോലെ ഒരു മനുഷ്യനായിട്ട് കർത്താവ് വന്നു, നമ്മളുടേതായ എല്ലാ പരിമിതികളോടും കൂടെ. അങ്ങനെ കർത്താവിൽ പാപമില്ലായിരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. എന്നാൽ നമ്മെപ്പോലെ ഒരു മനുഷ്യ ജഡത്തിൽ കർത്താവ് വന്നു. പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ നിന്നൊക്കെ നമ്മളവിടെ റോമർ 8:3 വായിക്കുന്നത് ലൈക്ക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്. പാപജഡമല്ലായിരുന്നു, എന്നാൽ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ കർത്താവ് നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെടാവുന്ന, നമ്മെപ്പോലെ തന്നെ എല്ലാത്തിലും പരീക്ഷിക്കപ്പെടാവുന്ന ഒരു ജഡമെന്ന്, പരീക്ഷിക്കപ്പെട്ട ഒരു ജഡമെന്ന് എബ്രായർ 4:15 നമ്മൾ വായിക്കുന്നുണ്ട്. ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ പോയിന്റ്സ് ആസ് വി ആർ യെറ്റ് വിതൗട്ട് സിൻ. പാപമില്ലാതെ എല്ലാത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട ആ ഒരു ജഡം. കർത്താവിനും പാപത്തിനുള്ള പരീക്ഷകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ പരിമിതികൾ കർത്താവിന് പുനരുദ്ധാനത്തിന് ശേഷം കർത്താവ് അടച്ചിട്ട മുറിയിലോട്ടൊക്കെ കയറി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുനരുദ്ധാനത്തിന് മുമ്പേ നമ്മളിപ്പോഴുള്ള ശരീരമാണ് സർവശക്തനായ ദൈവം എന്നാൽ കർത്താവ് തന്നെ ഒഴിച്ച് ഈ ഭൂമിയിൽ വന്നതായിട്ട് നമ്മൾ ഫിലിപ്പിയർ 2:6 വാക്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് ദാഹിക്കുന്നു. അവിടെ ക്രൂസിലും യോഹന്നാൻ 19:28 നമ്മൾ കണ്ടു, എനിക്ക് ദാഹിക്കുന്നു, ഐ എം തേഴ്സ്റ്റി. ക്രൂസിലെ 7 സെന്റൻസസ്, 7 വചനങ്ങൾ കർത്താവ് പറഞ്ഞതായിട്ട് നമുക്കറിയാം. പലപ്പോഴും ഈ ഗുഡ് ഫ്രൈഡേയും ഒക്കെ ആഘോഷിക്കുന്ന, ഹോളി വീക്കൊക്കെ ആഘോഷിക്കുന്ന ക്രൈസ്തവ പാരമ്പര്യത്തിൽ ആ 7 മൊഴികൾ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ 5-ാമത്തെ മൊഴിയാണ് നമ്മൾ യോഹന്നാൻ 19:20 ഐ എം തേഴ്സ്റ്റി. കർത്താവിൻ്റെ ദാഹം. അവിടെ യേശു മാത്രമല്ല ദാഹിക്കുന്നു, പിതാവും ദാഹിക്കുന്നു ദൈവത്തിന്റെ ഹൃദയത്തിൽ. ഇപ്പം നമുക്ക് കുറച്ച് 2 ആഴ്ച മുമ്പ് വരെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ദാഹമായിരുന്നു, മഴ വരുന്നത് വരെ. ഇപ്പം നമ്മൾ മഴയ്ക്ക് വരുമ്പോഴേക്കും അധികം ദാഹമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ തണുപ്പന്മാരായി പോകുന്നത്. പക്ഷേ ഇപ്പം എന്താണ് പറയുന്നത്, ആ മഴയാണ്. ഇതെങ്ങനെ മീറ്റിങ്ങിൽ വരുന്നേ? കർത്താവ് പത്രോസ് എന്താ പറഞ്ഞേ, വെള്ളത്തിന് മീതെ ആണെങ്കിലും നടന്ന് ഞാൻ അങ്ങനെ അടുക്കൽ വരാം, സമുദ്രത്തിന് മേലെ വേണമെങ്കിലും നടന്നു വരാം. അപ്പോൾ നമ്മളെ മഴയോ കാറ്റോ കാര്യങ്ങളോ ശരിയാണ്, നമുക്ക് പ്രായോഗികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, നമ്മളുടേതായ പല ദാഹങ്ങൾ നമുക്കുണ്ട്, നമ്മളുടേതായ ആന്തരികമായ പല ദാഹങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ ദാഹം അവിടെ നമ്മൾ യോഹന്നാൻ 4:23 എന്താ വായിക്കുന്നേ?
അവസാനത്തെ ആ വാക്കിങ്ങനെ, ഇന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഗോഡ് ദ ഫാദർ സീക്സ് എന്നുള്ളൊരു കാര്യം. സീക്സ് എന്നുള്ള വാക്ക് സെറ്റയോ എന്ന് പറഞ്ഞൊരു വാക്കാണ്. സീക്ക് തേടുക, അന്വേഷിക്കുക, റിക്വയർ, ക്രേവ് എന്നുള്ള ക്രേവ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ സൈക്കാട്രിയിലൊക്കെ ഞങ്ങൾ ഈ ക്രേവിംഗ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ എന്തെങ്കിലുമൊക്കെ ലഹരി പദാർത്ഥങ്ങൾ കടുമയായിട്ടുള്ളവര് അത് കിട്ടാൻ വേണ്ടി പിന്നെ ഭയങ്കര ക്രേവിങ് ആണ് അവർക്ക്. എനിക്ക് ഇത് കിട്ടിയാലേ അടങ്ങത്തുള്ളത് എന്ന് പറയുന്നത് പോലെ ഒരു സെറ്റയോ എന്ന് പറഞ്ഞൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സെറ്റയോ, കർത്താവ് ക്രേവ് ചെയ്യുന്നു, കർത്താവ് അതിനായിട്ടൊരു വാഞ്ചിക്കുന്നു, ദാഹിക്കുന്നു, കർത്താവ് അതിനായിട്ട് അന്വേഷിക്കുന്നു. ആരെയാ കർത്താവ് അന്വേഷിക്കുന്നത്? ഇങ്ങനെയുള്ളവരെയാ കർത്താവിനെ നമസ്കരിക്കുന്നത്. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു, പിതാവ് വാഞ്ചിക്കുന്നു, പിതാവ് ദാഹിക്കുന്നു എന്നൊക്കെ പറയാം. അവിടെ എന്താ ദാഹിക്കുന്നതെന്ന് ചോദിച്ചാൽ സത്യ നമസ്കാരികൾക്കായിട്ട് അല്ലെങ്കിൽ സത്യ ആരാധകർക്കായിട്ടെന്ന കുറച്ചുകൂടെ കറക്റ്റായിട്ട് നമുക്ക് പരിഭാഷപ്പെടുത്താവുന്നത്. ആരാധന എന്ന് പറഞ്ഞ ഒരു ചടങ്ങിനല്ല, ആ ആരാധന ചെയ്യുന്നവനെ, ആരാധകനെ, സത്യ ആരാധകരെ, സത്യ നമസ്കാരികളെ. എന്തെങ്കിലും ഒരു ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ ആരാധന എന്ന് പറയുമ്പോൾ വർഷിപ്പ് സർവീസ് ആരാധന എന്ന് പറയുമ്പോൾ ഒത്തിരി പാട്ടും ബഹളവും ചാട്ടവും തുള്ളവും ഓട്ടവും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ശബ്ദ കോലാഹലങ്ങളിൽ ചാടിത്തുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് മൈക്കൊക്കെ അടിച്ച് ട്രംപറ്റും കാഹളവും ഇതൊക്കെ ആയിട്ട് അപ്പൊ എന്തോ ഒരു അപ്പൊ അങ്ങനെ ഒത്തിരി ശബ്ദമുഖരിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മുടെ ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആവും. ഇപ്പൊ ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കുമ്പോൾ അവർ ഇതൊക്കെ അടിച്ച് ഭയങ്കര അങ്ങനെയൊക്കെ വലിയ ശബ്ദത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ ഇമോഷൻസ് അങ്ങ് സ്റ്റേർഡപ്പ് ആവും. അതുപോലെ തന്നെ ക്രിസ്തീയ ലോകത്തും അതുപോലുള്ള പല അനുകരണങ്ങൾ അങ്ങ് ആൾക്കാരെ ഇമോഷൻസിൽ സ്റ്റേറപ്പ് ചെയ്ത് ഉള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ക്രിസ്തീയ ലോകത്ത് കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ദേഹിയുടെ ഭാഗമാണ്. നമ്മുടെ ദേഹി എന്ന് പറയുന്നത് നമ്മുടെ സോൾ അല്ലെങ്കിൽ സുഖേ അല്ലെങ്കിൽ സൈക്കി എന്ന് പറഞ്ഞൊരു പദം അവിടെ ഗ്രീക്കില് നമ്മളിലെ എന്തൊക്കെയുണ്ട്? ആത്മാവ്, ദേഹമുണ്ട്. ദൈവം തൃത്വമായിരിക്കുന്നത് പോലെ നമ്മളിൽ ഒരു 3 പാർട്സ്, 3 കമ്പോണൻസ് തന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും പരിചിതമായിട്ടുള്ള വാക്യമായിരിക്കും. എന്നാൽ അവിടെ എന്തിനാ നമ്മൾ ആത്മാവും ദേഹിയും അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആത്മാവിനെ ആരാധിക്കുന്നവരെ ആണ് കർത്താവ്, ആത്മാവിനെ സത്യത്തിലും ആരാധിക്കുന്നവരെ. അത് നമ്മളിപ്പോൾ യോഹന്നാൻ 4:23 നമ്മൾ വായിച്ചു. തൊട്ടടുത്ത വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ, അവനെ ആരാധിക്കുന്നവർ, പ്രോസ്കീനിയോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്കാണ്. ആരാധിക്കുന്നവർ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത്. ദോസ് വേർഷിപ്പ് ഹിം, അവനെ ആരാധിക്കുന്നവർ ആത്മാവിനെ സത്യത്തിലും ആരാധിക്കണം, നമസ്കരിക്കണം. അപ്പൊ ആത്മാവിനെ ആരാധിക്കുന്നതുണ്ട്. അത് ഇനി അതിനോടൊരു നാഴിക വന്നു ഇരിക്കുന്നു ഒക്കെയാണ് അതിന്റെ തൊട്ട് മുമ്പ് 23-ാമത്തെ വാക്യം യോഹന്നാൻ 4:23 സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിന് ആത്മാവിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട്. നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നമ്മൾ എപ്പോഴും പറയുന്ന വാക്യം ആയതുകൊണ്ട് പലപ്പോഴും എടുക്കാറില്ല, എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു പ്രതീക്ഷയില്ല. എന്നാൽ നമ്മൾ ആ വാക്യം ഒന്ന് എടുക്കുകയാണെങ്കിൽ എല്ലാവരും എടുത്തോ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 23 സമാധാനത്തിന്റെ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഗോഡ് ഓഫ് പീസ്, ദൈവത്തിന്റെ പേര് തന്നെ അവിടെ സമാധാനത്തിന്റെ ദൈവം. എവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ അവിടെയാണ് നമ്മുടെ ഒരു ശുദ്ധീകരണം നടക്കുന്നത്. നമ്മുടെ ഹൃദയം അല്ലാതെ കലങ്ങി ടെൻഷൻ അടിച്ച് ആകുലപ്പെട്ട് ചിലരോട് കയ്പും വിരോധവും പ്രശ്നങ്ങളും അതൊക്കെ ആയിട്ടിരിക്കുവാണെങ്കിൽ അവിടെ ഒരു സമാധാനം ഇല്ലെങ്കിൽ അവിടെ ഒരു ശുദ്ധീകരണം ഒന്നും നടക്കത്തില്ല. സമാധാനത്തിന്റെ ദൈവം ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും നിങ്ങളെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പൊ പൂർണ്ണമായിട്ടും എന്ന് പറയുമ്പോൾ എവിടൊക്കെ ഒരു ശുദ്ധീകരണം വേണം? നിങ്ങളുടെ ആത്മാവും പ്രാണനും. ആത്മാവ് സ്പിരിറ്റ്, ന്യൂമ, പ്രാണൻ അല്ലെങ്കിൽ ദേഹി, സോൾ, പ്രാണൻ, സുഖേ അല്ലെങ്കിൽ സൈക്കി എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്ക്. പ്രാണനും പിന്നെ ദേഹവും. ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, ബോഡി. ആ കാര്യം നമുക്കറിയാം. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാൻജിബിൾ ആയിട്ടുള്ള, ഗോചരമായിട്ടുള്ള, ടച്ച് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ കണ്ണും മൂക്കും നമ്മളുടെ ഈ ശരീരം. എന്നാൽ അവിടെ മാത്രമല്ല, ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. May the Lord preserve, may your spirit, soul and body
ബി പ്രിസർവ്ഡ് കംപ്ലീറ്റ്. അവിടെ ആത്മാവും പ്രാണനും ദേഹവും അത് കാക്കപ്പെടുമാറാകട്ടെ. കർത്താവിനായിട്ട് നമ്മളുടെ ദേഹം കർത്താവിനായിട്ട് കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ കണ്ണുകള്, നമ്മൾ എന്ത് കാണുന്നു, നമ്മളുടെ നാവ് കർത്താവിനായിട്ട് കാക്കപ്പെടണം. നമ്മൾ കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മളുടെ കോപിച്ച് പരദൂഷണം പറയുന്ന, വ്യാകുലപ്പെടുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, മറ്റുള്ളവരെ കളിയാക്കുന്ന, മറ്റുള്ളവരെ ആക്കുന്ന, ഇരുത്തുന്ന, അങ്ങനെയൊക്കെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള പല പരാതിയുടെ, നിരാശ, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല, ദൈവനെ കൈവിട്ടു, എന്നെ സ്നേഹിക്കുന്നില്ല, അങ്ങനെ നിരാശയുടെ വാക്കുകളൊക്കെ അവിടെ അതിൻ്റെ അർത്ഥം നമ്മുടെ ദേഹത്തിലെ നാവ് അവിടെ കാക്കപ്പെട്ടിട്ടില്ല. അപ്പം നാവ് കാക്കപ്പെടണം. നമ്മുടെ കണ്ണുകൾ, നാവാണ് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രയാസമുള്ള അവയവം എന്നാണ് നമ്മുടെ യാക്കോബ് 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. നാവ് കാക്കപ്പെടണം. നമ്മുടെ കണ്ണുകൾ, നമുക്ക് കർത്താവിനെ ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ നമ്മുടെ കണ്ണുകൾ പോകാതെ കാത്തു സൂക്ഷിക്കണം. നമ്മളുടെ കൈകാലുകൾ, നമ്മളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കർത്താവിനായിട്ട് കാക്കപ്പെടണം, അനിന്യമായിട്ട് കാക്കപ്പെടണം. പിന്നെ നമ്മളുടെ ദേഹി, നമ്മുടെ പ്രാണൻ കാക്കപ്പെടണം. നമ്മുടെ ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്, ദാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ആരാധനയിലാണ്, നാം കർത്താവിനെ ആരാധിക്കുമ്പോഴാണ് നമ്മളുടെ ദാഹവും കർത്താവിൻ്റെ ദാഹവും മാറുന്നത് എന്നുള്ളൊരു കാര്യമാണ് യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞു വരുമോ. അപ്പം നമ്മളുടെ ദേഹം കാക്കപ്പെടണം. ദേഹി കാക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എന്താ? ദേഹി എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസ് ആണ്, നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളാണ് ദേഹി എന്ന് പറയുന്നത്. ദേഹി എന്ന് പറയുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മളുടെ ചിന്തകളുണ്ട്, നമ്മുടെ മൈൻഡ്, മനസ്സ്, ചിന്തകൾ. നമ്മളെന്ത് ചിന്തിക്കുന്നു, നമ്മൾ നാളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, നമ്മുടെ ചിന്തകളും ചിലരെക്കുറിച്ച് നമുക്ക് ഉള്ള ചിന്തകൾ, നമ്മളുടെ ചിന്തകൾ, അവർ തോട്ട്സ്, അവർ തിങ്കിങ് കപ്പാസിറ്റി, മൈൻഡ്, അതുണ്ട്. അത് നമ്മളെ ഇതേ ഒരു തൃത്വം, ഇതേ ഒരു 3 കമ്പോണൻസ് ഉള്ള ഒരു കാര്യം നമ്മൾ പഴയ നിയമത്തിൽ എവിടെ കാണുന്നത്? സമാഗമന കൂടാരത്തിൽ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അത് പറയുന്ന കാര്യങ്ങളാണ്. അത് എന്തിനാ ഈ സമാഗമന കൂടാരത്തിൽ ഇതിനകത്തോട്ട് വലിച്ചിടിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ അതിപരിശുദ്ധ സ്ഥലത്താണ് ആരാധന നടക്കേണ്ടത്. അന്ന് പഴയ നിയമത്തിൽ അവർക്ക് അവിടെ പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലം വരെ അല്ലെങ്കിൽ ഹോളി പ്ലേസ് വരെ ഉള്ളൊരു ആക്സസ്സേ ഉള്ളായിരുന്നു. വർഷത്തിലൊരിക്കലും മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനും ഭയഭക്തിയോടെ പേടിച്ചാലുണ്ട് പ്രവേശിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ആത്മാവ്, ദേഹി, ദേഹവും നമ്മളിപ്പോൾ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ. അതിപരിശുദ്ധ സ്ഥലം, വിശുദ്ധ സ്ഥലം, പ്രാകാരം, മോസ്റ്റ് ഹോളി പ്ലേസ്, ഔട്ടർ കോർട്ട് എന്ന് പറയുന്ന 3 കാര്യങ്ങളായിട്ടാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അപ്പം ആത്മാവിലുള്ള ആരാധന, അതിനായിട്ടുള്ളത് വാഞ്ചിയ കർത്താവിന്, ആത്മാവിലും സത്യത്തിലും. ആത്മാവിൽ എന്ന് പറയുമ്പോൾ അവിടെ ആ ആത്മാവിലും സത്യത്തിലും എന്നുള്ള ആ വാക്ക് നമ്മുടെ രണ്ടർത്ഥത്തിൽ നമുക്കത് 2 ഷെയ്ഡ്സ് ഓഫ് മീനിങ്, 2 ആംഗിളിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ മനുഷ്യന്റെ ആത്മാവിലായിരിക്കണം യഥാർത്ഥത്തിൽ ദൈവത്തിനുള്ള ഒരു ആരാധന തുടങ്ങേണ്ടതായിട്ടുള്ളത്. ശരിയാണ്, അത് ദേഹത്തിലൂടെ കവിഞ്ഞൊഴുകും. എന്നാൽ അത് ആത്മാവിലായിരിക്കണം ഒരു ആരാധന, മനുഷ്യന്റെ ആത്മാവിൽ. അത് സത്യത്തിലായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിലായിരിക്കണം. സത്യം എന്ന് പറഞ്ഞാൽ അലേത്യ എന്ന് പറഞ്ഞ ഗ്രീക്ക് പദം, ഗ്രീക്കിലാണല്ലോ പ്രീമിയം എഴുതപ്പെട്ടുള്ളത്. അപ്പൊ അലേത്യ എന്നുള്ള ആ ഗ്രീക്ക് പദത്തിന് സത്യവും യാഥാർത്ഥ്യവും റിയാലിറ്റി എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദം. അപ്പം യാഥാർത്ഥ്യത്തിൽ ഒരു എന്താണ് പറയുന്നത്, ഒരു മുഖംമൂടിയോടെ, ഒരു ഹിപ്പോക്രസിയോടെ, ഒരു കാപട്യത്തോടെ നമ്മൾ ഏതോ ഒരു വിശുദ്ധി അഭിനയിച്ചുകൊണ്ടുള്ള ഒരു ഇതല്ല. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഞാൻ ഇത്രയേ ഉള്ളൂ, ഞാൻ അരിഷ്ടനായ പാപി, കർത്താവ് അവിടെ നിന്ന് തേടി വന്നല്ലോ, അവിടെ നിന്ന് രക്ഷിച്ച് ഹീനനെ കർത്താവ് ഞാൻ ഉള്ള അവസ്ഥയിൽ ഞാൻ ജസ്റ്റസ് ഐ ആം വിതൗട്ട് വൺ പ്ലീ എന്ന് നമ്മൾ ആ പാട്ടിലൊക്കെ പാടുന്ന പോലെ ഞാനായിരിക്കുന്ന വണ്ണം ഒരു അഭിനയമോ ഒരു പ്രകടനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർഫോമൻസോ അല്ല, മറിച്ച് ഒരു പ്രസന്റേഷൻ ഓഫ് അവർ സെൽസ്. ഇറ്റ്സ് നോട്ട് എ പെർഫോമൻസ് ബട്ട് റാദർ പ്രസന്റിങ് ഓഫ് അവർ സെൽസ്. നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് അർപ്പിക്കുവിൻ, പ്രസന്റ് യുവർ സെൽഫ് എന്നാണ് നമ്മളവിടെ റോമർ 12-ന്റെ 1-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പം അവിടെയും ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ച് അവിടെയും പറയുന്നത്. അപ്പോൾ ആത്മാവിലുള്ളൊരു ആരാധന, ആത്മാവിൽ, നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിൽ യാഥാർത്ഥ്യത്തോടെ, കപടതയോടെ ഉള്ള ഒരു ആരാധനയല്ല. കാപട്യം എന്ന് പറഞ്ഞാൽ അതൊരു തിരശ്ശീല മാതിരിയുള്ള ഒരു മറവാണത്. എന്ന് വെച്ചാൽ നമ്മളൊരു മുഖംമൂടി എന്നാൽ മുഖംമൂടി നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ
പ്രതിഫലിപ്പിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ 2 Corinthians 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. മോശയ്ക്ക് പോലും ഒരു മുഖംമുടിയുടെ ആവശ്യമുണ്ടായിരുന്നു, ഒരു വെയിൽ. മുഖംമുടി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ എന്തോരും വേറൊരു മുഖംമുടി വെക്കുന്ന കാര്യമല്ല, എന്നാൽ ഒരു വെയിൽ, ഒരു തിരശ്ശീല. 2 Corinthians 3-ാം അധ്യായത്തിൽ ഇവിടെ പഴയ നിയമത്തിലെ ആരാധനയും പുതിയ നിയമത്തിലെ ആരാധനയും തമ്മിലുള്ള കോൺട്രാസ്റ്റ് പറയുമ്പോൾ മോശയ്ക്ക് ഒരു മുഖംമൂടി, ഒരു മൂടുപടം നീങ്ങിയ മുഖത്ത്, മൂടുപടം എന്നുള്ള വാക്ക് അവിടെ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെയിൽ, ആ ഒരു മൂടുപടത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ അവർക്കൊരു മോശയ്ക്ക് ഒരു മൂടുപടം വേണ്ടിയിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. നമ്മളവിടെ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് മോശയുടെ ആ ഒരു പ്രകാശമാനമായിട്ടുള്ള ആ മുഖം ആൾക്കാർക്ക് നോക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഒരു മൂടുപടം ധരിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ 2 Corinthians 3-ലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 2 Corinthians 3-ലേക്ക് പറയുമ്പം അവിടെ മൂടുപടം ഇടാനുള്ള വേറൊരു കാരണം പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ തേജസ്, അന്ന് പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന തേജസ് മങ്ങിപ്പോകുന്ന ഒരു തേജസ്സായിരുന്നു. ഈ മങ്ങിപ്പോകുന്നത് കാണാതിരിക്കുവാനൊക്കെ വന്ന് ഒരു മൂടുപടം 13-ാമത്തെ വാക്യത്തില് 2 Corinthians 3-ന്റെ 13-ാമത്തെ വാക്യത്തില് നീങ്ങിപ്പോകുന്നതിന്റെ അന്ത്യം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്നെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല. അപ്പൊ നമ്മളിലുള്ള ആ ഒരു വലിയ വിശുദ്ധിയുടെ കാര്യങ്ങളൊക്കെ അതിന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മീറ്റിങ്ങിൽ വലിയ തേജസ്സും ഭയങ്കര ഹോളി മാൻ ഓഫ് ഗോഡ്, ഹോളി വുമൻ ഓഫ് ഗോഡ്, നമ്മളെ വലിയ വിശുദ്ധ സഹോദരന്മാര്, വിശുദ്ധ സഹോദരിമാരാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉച്ച വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം മാഞ്ഞു പോയി. സാക്കുനമ്പർ പറഞ്ഞതുപോലെ they speak in other tongues in the meeting and they shout in other tongues in the meeting and shout at their wives in their mother tongues after the meeting എന്ന് പറയുന്നത് പോലെ അന്യഭാഷയ്ക്ക് നമ്മളാരും എഴുതല്ല, യഥാർത്ഥത്തിലുള്ള അന്യഭാഷയുണ്ട്. എന്നാൽ പലപ്പോഴും അന്യഭാഷയിൽ വലിയ ഒച്ചത്തിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ഒക്കെ ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുകയൊക്കെ ചെയ്ത് അതേ ആള് തന്നെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഭാര്യയോടും മക്കളോടും അതേപോലെ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവര് അന്യഭാഷയിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നത്, ഇവിടെ മാതൃഭാഷയിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം. അപ്പൊ അവിടെ ഒരു മൂടുപടവ, അത് വേറെ ആരെങ്കിലും തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം വേറെ ആരും അറിയരുതെന്ന അങ്ങനെയുള്ള ഒരാൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു മൂടുപടമുണ്ട്. അത് ആരെങ്കിലും കൊളിമ്പിലടിച്ച് പെട്ടെന്ന് എത്ര സൗമ്യനായ സഹോദരനും സഹോദരിയും വിശുദ്ധനായ ഭാര്യയും ഭർത്താവും വളരെ അനുസരണയോടെ കുഞ്ഞുങ്ങൾ, അവിടെ ഒരു മൂടുപടമുണ്ട്. കൊളിമ്പിലടിക്കുന്നത് നമ്മളെല്ലാം വിശുദ്ധന്മാരായി. അപ്പൊ അതായിരുന്നു പഴയ നിയമത്തിന്റെ അവസ്ഥ. പിന്നെ പുതിയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ ഈ പുതിയ ഉടമ്പടിയിലേക്ക് യഥാർത്ഥത്തില് കൃപയും കീഴിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നിടം വരെയും നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെയുള്ള മൂടുപടങ്ങളും കാര്യങ്ങളുമായിട്ടായിരിക്കും. അവിടെ നമുക്ക് ദൈവമുമ്പാകെ ഒരു മൂടുപടം, ആ മൂടുപടമാണ് ദൈവത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ഒരു മൂടുപടം. അത് ആ മൂടുപടത്തിന് വെയിൽ, തിരശ്ശീല, ആ തിരശ്ശീല തന്നെയാണ് ശരിക്കും കർത്താവിന്റെ കാൽവരി മരണത്തിൽ ആ തിരശ്ശീല, ദേവാലയത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന ഒരു തിരശ്ശീല, കട്ടിയുള്ള ഒരു തിരശ്ശീല എന്നൊക്കെയാണ് നമ്മൾ പുറപ്പാട് 26-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്ന ആ കട്ടിയുള്ള ഒരു തിരശ്ശീല. നമ്മളുടെ ആ തിരശ്ശീല എന്താണെന്ന് എബ്രായർ 10-19-20 വാക്യങ്ങൾ, ഇതൊക്കെ ഞാൻ പെട്ടെന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള വാക്യങ്ങളാണ്. എന്താ വെയിൽ ദാറ്റ് ഇസ് ഹിസ് ഫ്ലെഷ്, അവിടുത്തെ ജഡമാകുന്ന തിരശ്ശീല. മലയാളം പരിഭാഷ അത് 100% തെറ്റായിട്ടുള്ള പരിഭാഷയിലാണ് സത്യവേദ പുസ്തകത്തില് ആ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ദേഹമാകുന്ന തിരശ്ശീല എന്നാണ് അവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദേഹം എന്നുള്ള വാക്കല്ല, ദേഹം എന്നുള്ള വാക്കിന് സോമ എന്നുള്ളൊരു വാക്ക് ഗ്രീക്കിൽ നിന്ന് സാക്സ്, ജഡമാകുന്ന തിരശ്ശീല. കർത്താവിന്റെ ദേഹം അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ചീന്തപ്പെട്ടില്ല. കുരിശിലെ കർത്താവ് അടികൊണ്ട് ഉഴുകുചാല് പോലെ കർത്താവിന് പുറമായിരുന്നു എന്നൊക്കെ സങ്കീർത്തനക്കാരൻ നമ്മൾ വായിക്കുന്നുണ്ട്. എല്ലാം ശരിയാണ്. എന്നാൽ കർത്താവിന്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും മുകളിൽ നിന്ന് താഴേക്ക് ചീന്തപ്പെട്ടു എന്നൊക്കെയാണ് മത്തായി 27:51 നമ്മൾ വായിക്കുന്നത്. ആ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴേക്ക് ചീന്തപ്പെട്ടത് ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ്. മനുഷ്യനായിട്ട് നമ്മളായിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലായാലും യേശുവിന്റെ ജീവിതത്തിലായാലും പിതാവാണ് ആ തിരശ്ശീല ചീന്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് ദൈവത്തിന്റെ ദാഹം, ആരാധനയിലേക്ക് നമ്മൾ വരാനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളാണ്. എന്നാൽ ആ കാര്യങ്ങളുടെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ആ ഒരു മൂടുപടം നീങ്ങിയ മുഖത്ത്, നമ്മളിപ്പോൾ 2 Corinthians 3 നമ്മൾ ആ വാക്യം വായിച്ചല്ലോ, അതിന്റെ തൊട്ട് താഴെ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വിത്ത് ആൻ അൺവെയിൽഡ് ഫേസ് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നു. വിത്ത് ആൻ അൺവെയിൽഡ്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ കാണുകയും പ്രതിഫലിക്കുന്നവരായിട്ടെന്നാണ് അവിടെ 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ആ മൂടുപടം എങ്ങനെ നീങ്ങിപ്പോകുമെന്ന് ചോദിച്ചാൽ 16-ാമത്തെ വാക്യത്തില് കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. നമ്മുടെ ജീവിതത്തിൽ ആത്മാവിലേക്കുള്ള ആരാധനയിലേക്ക് വരുന്ന കാര്യം അവിടെ പറയുന്നു. കർത്താവിന്റെ ദാഹം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? സത്യ ആരാധകരെ
യഥാർത്ഥത്തില് കർത്താവിനോട് ആത്മാവിൽ ഒന്നായിട്ട് ആരാധിക്കുന്നവരെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ടുള്ളൊരു ദാഹമാണ്. എനിക്ക് ദാഹിക്കുന്നുവെന്ന് ക്രൂസിൽ പറഞ്ഞപ്പോഴും കർത്താവ് ആ ശമരിയ സ്ത്രീയോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് പറയുമ്പോൾ ശരി, അക്ഷരികമായിട്ട് കർത്താവ് ദാഹിച്ചു. എന്നാൽ അതിലുപരിയായിട്ടൊരു ആത്മീയമായിട്ടൊരു ദാഹം, അവിടെ തൻ്റെ ദാഹവും പിതാവിൻ്റെ ദാഹത്തെക്കുറിച്ച്, പിതാവ് ഇങ്ങനെയുള്ളവരെയാണ് വാഞ്ചിക്കുന്നത്, ഇച്ഛിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ആ സത്യത്തില്, ആത്മാവിലെ സത്യത്തിലും ആരാധിക്കുന്നവരെ, നമ്മളുടെ ദേഹിയുടെ തലത്തിലോ ദേഹത്തിന്റെ തലത്തിലുള്ള ഒരു ആരാധനയല്ല, മറിച്ച് ആത്മാവിന്റെ തലത്തിലുള്ള ഒരു ആരാധന. ആത്മാവിന്റെ തലത്തിലുള്ള ആരാധന എന്ന് പറയുമ്പോൾ നമുക്ക് ദേഹിയിൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ ചിന്തകളുണ്ടെന്ന് പറഞ്ഞു, പിന്നെ എന്തൊക്കെയാ നമ്മുടെ വികാരങ്ങളുണ്ട്. അപ്പം ഞാൻ സമാഗമന കൂടാരത്തിൽ കൂട്ടിക്കെട്ടിയപ്പോൾ നമ്മുടെ സമാഗമന കൂടാരത്തിൽ നമ്മുടെ ചിന്തകൾക്ക് പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് ഒരു ടേബിൾ ഓഫ് ഷോ ബ്രെഡ്, ഒരു കാഴ്ചയപ്പത്തിന്റെ മേശ അവിടെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ നമ്മൾ പുറപ്പാട് 26 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാഴ്ചയപ്പം, ഷോ ബ്രെഡ്, 12 പീസസ് ഓഫ് ബ്രെഡ്, അപ്പം. അതിന്റെ മേശ, അത് വിശുദ്ധ സ്ഥലത്ത് വെച്ചൊരു കാര്യം. ആ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം ആത്മാവിനെ കുറിക്കുന്നു, വിശുദ്ധ സ്ഥലം നമ്മളുടെ പ്രാണനെ, ദേഹിയെ കുറിക്കുന്നു. നമ്മളുടെ പ്രാകാരമാണ് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റുന്ന കാര്യം ഈ പ്രാകാരം. അപ്പോൾ അതുപോലെ നമ്മുടെ ബോഡി, നമ്മളൊരാളെ കാണുമ്പോൾ അയാളുടെ ബോഡിയാണ് കാണുന്നത്. അപ്പം അതുപോലെ നമ്മുടെ പ്രാകാരം മറ്റുള്ളവർക്കും വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രാകാരം, ബോഡി. എന്നാൽ ആ ഔട്ടർ കോട്ട്, പ്രാകാരം കഴിഞ്ഞിട്ടുള്ള ഇന്നക്കോട്ട്, ആ ഇന്നക്കോട്ടിലാണ് 2 ഡിവിഷൻസ് ഉള്ളത്, അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും. ആ വിശുദ്ധ സ്ഥലത്താണ് എന്തുള്ളത്, നമ്മൾ കാഴ്ചയപ്പത്തിന്റെ മേശ, ടേബിൾ ഓഫ് ഷോ ബ്രെഡ് എന്ന് പറയുമ്പം ഞാൻ അത് ഇവിടെ നമ്മുടെ ലാപ്ടോപ്പിൽ ഒന്ന് പ്രൊജക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് മുമ്പിലൊരു ലാപ്ടോപ്പ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഞാനത് പ്രൊജക്റ്റ് ചെയ്യാൻ നോക്കിയാൽ അത് നിങ്ങൾക്ക് കാണാൻ ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കാണാൻ പറ്റുമായിരിക്കും, അവിടെ ലാപ്ടോപ്പിൽ മുമ്പിലിരിക്കുന്നവർക്ക് കാണാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പിന്നെ അത് ഗ്രൂപ്പിലൊന്ന് ഇത് ഷെയർ ചെയ്യുക. അതിലൊരു ട്രയാങ്കിൾ നമ്മൾ ഈ ഒരു ഇതിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ തോട്ട്സ്, ടേബിൾ ഓഫ് ഷോ ബ്രെഡിന്റെ ഒരു കാഴ്ചയപ്പത്തിന്റെ മേശ ഇവിടെ വലത് സൈഡിലായിട്ട് അവിടെ കാണുന്നുണ്ടായിരിക്കും. കാഴ്ചയപ്പത്തിന്റെ മേശ, പിന്നെ ഒരു ലാംപ് സ്റ്റാൻഡ്, ഒരു പൊൻനിലവിളക്ക്. അത് നമ്മൾ പുറപ്പാട് 26 അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. നമ്മളുടെ മറ്റേത് ചിന്തകളെ കുറിക്കുന്നതാണെങ്കിൽ ഇത് നമ്മുടെ വികാരങ്ങളെ കുറിക്കുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആത്മാവിന്റെ ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ വികാരത്തിന്റെ തലത്തിൽ ഇപ്പൊ പെട്ടെന്ന് ശബ്ദവും കോലാഹലങ്ങളും ഭയങ്കര ആരോ പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി വെന്റ് ഓഫ് ആൻഡ് പ്രസൻസ് ഓഫ് ഗോഡ് ഓൾസോ വെന്റ് അവേ എന്ന്. ചില മീറ്റിങ്ങിന് ഭയങ്കര ശബ്ദമുഖിതമാണ്, പെട്ടെന്ന് കറണ്ട് പോയി, എന്തോ ഇൻവെർട്ടർ ജനറേറ്റർ കരുതാൻ പറ്റുന്നു. അപ്പോഴത്തേക്കും അതുവരെയുള്ള ദൈവസാന്നിധ്യമൊക്കെ അങ്ങ് പോയി. അപ്പൊ ഈ ഇലക്ട്രിസിറ്റിയിൽ പിടിച്ചു വെച്ചേക്കും ദൈവസാന്നിധ്യം. ഈ അപ്പോസ്തലന്മാരെങ്ങനെ പിടിച്ചു വെച്ചിരുന്നു, അവർക്ക് ഇലക്ട്രിസിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ശബ്ദമുഖിതത്തെയാണ് പലപ്പോഴും ചിലർ ഇവിടെ ഒരു ആരാധനയില്ലല്ലോ, എന്തോ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഇവിടെ ശബ്ദമില്ലല്ലോ. നമ്മൾ ശരിയാണ്, നമ്മൾ ഉറക്കെ തന്നെ സ്തുതിക്കുന്നു, കൈകൊട്ടുന്നു, പാടുന്നു, എല്ലാം നമ്മുടെ ദേഹത്തിന്റെ തലത്തിലും ഈ ആരാധന നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും, അത് വേറെ കാര്യം. എന്നാൽ ഒരു ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കുറേ ശബ്ദങ്ങളും പ്രശ്നം അങ്ങനെ കിടന്ന അങ്ങനെ ഒരു ഇമോഷൻസിനെ സ്റ്റെറപ്പ് ചെയ്യുന്ന ഒരു തലം അതൊരു ദേഹിയിലുള്ള ഒരു ആരാധന. അത് ശരിക്കും പഴയ നിയമത്തിലേ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ അവര് തപ്പും കിന്നരമായിട്ട് ആർത്ത് ആരാധിക്കുന്നതിനെ കുറിച്ച്, പഴയ നിയമത്തിലെ സങ്കീർത്തനത്തില് ഒക്കെ പറയുന്ന തപ്പും കിന്നരമായിട്ടുള്ള ആരാധനയെ കുറിച്ചൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. ശരിയാണ്, അത് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നു, നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം നമുക്ക് തീർച്ചയായിട്ടും നാമോദത്തിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ എവിടെ ആരാധന തുടങ്ങേണ്ടതെന്ന് വെച്ചാൽ ആത്മാവിന്റെ തലത്തിലേക്ക്, ആത്മാവിലുള്ള ഒരു ആരാധന. അത് ആത്മാവിന്റെ തലത്തിലേക്ക് ആത്മാവിന്റെ തലത്തിലേക്ക് ഈ ആരാധന തുടങ്ങാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മൂടുപടവ. അപ്പൊ നമ്മൾ അതിനു മുമ്പ് നമ്മൾ തോട്ട്സ് കണ്ടു, നമ്മുടെ ചിന്തകള്, നമ്മുടെ വികാരങ്ങൾ. അപ്പം നമ്മൾ വികാരങ്ങൾ സ്റ്റെറപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ദേഹിയുള്ള ആരാധന. ചിലപ്പോൾ തോട്ട്സ് സ്റ്റെറപ്പ് ചെയ്യുന്നു, തോട്ട്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ചില ഭയങ്കര ബൗദ്ധികമായിട്ടുള്ള വളരെ തിയോളജിക്കൽ എക്സ്പ്ലനേഷനും വളരെ അതുപോലെയുള്ള ബൗദ്ധികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്റലക്ച്വൽ ലെവലിലുള്ള ചില പ്രസംഗങ്ങളിൽ സ്റ്റെയറപ്പ് ആവുന്ന ആൾക്കാരുണ്ട്. ചിലർക്കാണെങ്കിൽ കുറച്ച് ചാടുവും തുള്ളുകയൊക്കെ ചെയ്താലേ അവർക്ക് ആരാധിച്ചായിട്ട് തോന്നുള്ളൂ. ചിലർക്കാണെങ്കിൽ കുറച്ച് സോൾ സ്റ്റെയറിങ് മെസ്സേജസ്, ചിലപ്പോൾ കുറച്ച്
ഇന്റലക്ച്വലായിട്ട് പല കാര്യങ്ങളൊക്കെ കോർത്തിണക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഒരു പുതിയ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ കേട്ടാൽ അവർക്കൊരു തൃപ്തിയുള്ള, അതും ശരിക്കും പറഞ്ഞാൽ ആത്മാവിലുള്ള ആരാധനയല്ല, അത് ഇന്റലക്ച്വൽ. ഇപ്പം നമ്മൾ ക്രിസ്തീയ ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പെന്തക്കോസ്ത് കരിസ്മാറ്റിക് സർക്കിൾസിലൊക്കെ ഈ ഒരു ഇമോഷൻസ് സ്റ്റെറപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ കാണുന്നുണ്ട്. ബ്രദറൻ ബാപ്റ്റിസ്റ്റ് അതുപോലുള്ള കൂട്ടങ്ങളിലൊക്കെ നമ്മൾ ആരെയും കല്ലെറിയില്ല, നമ്മൾ അതിൻ്റെ ആ കാര്യങ്ങളൊന്ന് വിവേചിക്കാൻ വേണ്ടി പറയുക. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു ബൈബിളിൽ പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരാൻ വേണ്ടിയാണ് ആ കാര്യങ്ങൾ നമ്മൾ വിവേചിക്കേണ്ടതായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ബ്രദറൻ ബാപ്റ്റിസ്റ്റ് കൂട്ടങ്ങളിലൊക്കെ അവർ കുറച്ചുകൂടെ ബൗദ്ധിക തലത്തിൽ കാര്യങ്ങളെയൊക്കെ അങ്ങ് വളരെ ഇൻ്റലക്ച്വലായിട്ട് ആ ഒരു ദൈവശാസ്ത്രപരമായിട്ട് പല രീതിയിലുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അതിലുള്ള ഒരു സ്റ്റിമുലേഷൻ. എന്നാൽ യഥാർത്ഥത്തിൽ ആത്മാവിലുള്ള ആരാധനയിലേക്ക് വരണമെങ്കിൽ നമ്മളിവിടെ ഒരു എന്തുണ്ട്, ഒരു ഗോൾഡൻ ഓൾട്ടറെ കാണുന്നുണ്ടായിരിക്കും, ഒരു പൊൻ അൾത്താര, പൊന്നുകൊണ്ടുള്ള ഒരു അൾത്താര. അത് നമ്മൾ ആ 3 കാര്യങ്ങൾ നമ്മളിപ്പം കണ്ടു. പൊൻ അൾത്താര അത് എവിടെ വെക്കണമെന്ന് നമ്മൾ പുറപ്പാട് 30 ഒന്ന് പോവുകയാണെങ്കിൽ, പുറപ്പാട് 30 അധ്യായത്തിൽ എൻ്റെ 6-ാമത്തെ വാക്കിൽ, പുറപ്പാട് 26 അധ്യായത്തിൽ ഈ ഒരു ലാംപ് സ്റ്റാൻഡ് ഒരു നിലവിളക്കിനകത്ത് ആ ഫ്ലെയിംസ് ഒക്കെ നമ്മുടെ വികാരങ്ങൾ മാതിരിയുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് മാതിരി, പിന്നെ താഴ്ചയപ്പം അത് വചനത്തെയൊക്കെ സൂചിപ്പിക്കുന്നു, അത് നമ്മുടെ ചിന്തകളെ സൂചിപ്പിക്കുന്നതായിട്ട്, നമ്മുടെ മനുഷ്യ ശരീരത്തോട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ സൂചിപ്പിക്കുന്നതായിട്ട് പറയാം. എന്നാൽ ഒരു വിൽ പവർ, നമുക്ക് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, തിങ്കിങ് കപ്പാസിറ്റി, ഫീലിംഗ് കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, മൈൻഡ് ഓർ തോട്ട്സ്, ഇമോഷൻസ് ഓർ ഫീലിങ്സ്, then will where our behavior is manifested. അവിടെ വിൽ എന്ന് പറയുന്നത് നമ്മൾ പുറപ്പാട് 30 6-ാമത്തെ വാക്യത്തിൽ അത് എവിടെ വെക്കേണ്ടതെന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് ഈ തിരശ്ശീലയ്ക്ക് മുമ്പായിട്ട് വെക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തിരശ്ശീലയോട് ചേർന്ന്, ഞാനിപ്പോൾ നിങ്ങൾ ആ പടം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കേട്ടൻ കാണുന്നുണ്ടായിരിക്കും, ഈ ഗോൾഡൻ ഓൾട്ടറിന് തൊട്ടപ്പുറത്തായിട്ടൊരു നീല കേട്ടൻ കാണുന്നുണ്ട്. അപ്പം ആ കേട്ടൻ അല്ലെങ്കിൽ ആ തിരശ്ശീലയ്ക്ക് തൊട്ട് മുമ്പായിട്ട്, അതാ നമ്മൾ പുറപ്പാട് 30:6 നമ്മളതാ വായിക്കുന്നത്, സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിൽ, സാക്ഷ്യപ്പെട്ടകം അതിവിശുദ്ധ സ്ഥലത്തുള്ള ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണിയാ, അവിടെ സാക്ഷ്യപ്പെട്ടകത്തിന് മുമ്പിലും ഞാൻ നിനക്ക് വെളിപ്പെടുവാനുള്ള ഇടമായി സാക്ഷ്യത്തിന് മീതെയുള്ള കൃപാസനം, മെർസി സീറ്റ്, ആ കൃപാസനത്തിന്റെ മുമ്പിലും ഇരിക്കുന്ന തിരശ്ശീലയ്ക്ക് മുമ്പായിട്ട്, ഇതെല്ലാം അതിവിശുദ്ധ സ്ഥലത്തായി ഈ സാക്ഷ്യപ്പെട്ടകവും കൃപാസനവും മെർസി സീറ്റും ആർക്ക് ഓഫ് ദ ടെസ്റ്റിമണിയൊക്കെ. അത് കഴിഞ്ഞിട്ട് തിരശ്ശീലയുണ്ട്, ആ തിരശ്ശീലയ്ക്ക് മുമ്പായിട്ടാണ് എന്ത് വെക്കേണ്ടത്, അത് വെക്കേണ്ടത്. അത് വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഗോൾഡൻ പൊന്നുകൊണ്ടുള്ള ഒരു അൾത്താരെ കുറിച്ചാണ്. അത് മുഴുവനും തങ്കം കൊണ്ട് പൊതിയണം. എൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ധൂപപീഠം, ഗോൾഡൻ ഓൾട്ടർ, സുവർണ അൾത്താര അല്ലെങ്കിൽ ധൂപപീഠം എന്ന് പറയാം. ധൂപം കാട്ടുവാൻ ഒരു ധൂപപീഠം 30-ാം അധ്യായത്തിന് 1-ാമത്തെ പുറപ്പാട് 30:1 നമ്മളത് വായിക്കുന്നത്. അവിടെ ഒരു വിൽ ഉണ്ട്, അവിടെ നമ്മളുടെ ഇച്ഛാശക്തി, അവിടെ നമ്മുടെ തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. അപ്പം ഇമോഷൻസ് സ്റ്റേർഡപ്പ് ആയതുകൊണ്ടോ തോട്ട്സ് സ്റ്റിമുലേറ്റഡ് ആയതുകൊണ്ടോ വികാരങ്ങൾ ഒരു തമ്മിൽ ഉണർച്ച വശപ്പെടുക, അവിടെ സൗകര്യങ്ങളൊക്കെ സംസാരിക്കും, ഉണർച്ച വശപ്പെടാതെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര വികാരപരവേശനാകുന്നതിനെ കുറിച്ച്. അപ്പം ആ ഒരു ഇമോഷൻസ്, വികാരങ്ങള് ഉണർത്തപ്പെടുന്നത് കൊണ്ടോ നമ്മളുടെ ചിന്തകള് പ്രചോദിതമാകുന്നത് കൊണ്ടോ ആയില്ല. എവിടാണ് ആരാധന അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ വില്ലില് അവിടെ ഒരു സറണ്ടർ വരുമ്പോഴാണ് അവിടെ ഈ തിരശ്ശീല ചീന്തപ്പെട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആത്മാവിന്റെ തലത്തിലേക്ക് നമ്മളുടെ ആരാധന ആയിത്തീരുന്നത്. മറ്റേ പഴയ നിയമത്തില് ദേഹിയിലും ദേഹത്തിലൊക്കെയുള്ള ആരാധന ഉണ്ടായിരുന്നു. അതാ പക്ഷെ സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലുള്ള ആരാധനയെ കുറിച്ച് പറയുമ്പോൾ നാഴിക വരുന്നു, ഇനി വരാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ എന്നാൽ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സംഗ്രഹം കേട്ടിട്ടുള്ളത് അല്ല, യേശുവിന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു. അവർ ഇസ് കമ്മിങ് ആൻഡ് നൗ ഈസ്, അതാ നമ്മൾ യോഹന്നാൻ 4:23 നമ്മളത് വായിച്ചാൽ അവർ ഇസ് കമ്മിങ്. അത് പെന്തക്കോസ്ത് നാളില് ബാക്കി ഉള്ളവർക്കെല്ലാം അത് അവരുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്ന ഒരു അവസ്ഥ അന്നേ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ ആ നൗ ഈസ് വന്നുമിരിക്കുന്നു. യേശുവിന്റെ ജീവിതം പറയുവാണെങ്കിൽ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ ജനിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഓരോ നിമിഷഗണത്തിലും പിതാവിനെ എപ്പോഴും ആരാധിച്ച് കർത്താവിന്റെ ആ ക്രൂസിലുള്ള 2-ാമത്തെ പകുതിയിലുള്ള 3 നാഴിക നേരം ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും ഞാനിവിടെ ഇത് കൊട്ടുന്ന വെച്ചാൽ വികാരം സ്റ്റെയറപ്പ് ചെയ്യാൻ വേണ്ടിയല്ല, ചിലർ ഉറങ്ങിയത് ഉണർത്താൻ വേണ്ടിയാണ്, ചിലർ ഉറങ്ങിപ്പോകുന്നത് ഉണർത്താൻ വേണ്ടിയാണ്. ഓക്കെ അപ്പൊ അതാ ഞാനിവിടെ ഇടയ്ക്കൊക്കെ കൊട്ടേണ്ടി വരുന്നത്, സാരമില്ല. ഓക്കെ അപ്പം അവിടെ കർത്താവ്
കർത്താവ് പറഞ്ഞിരുന്നത് എന്താ, ആ ഒരു ആത്മാവിന്റെ തലത്തിലേക്കുള്ള ഒരു ആരാധനയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ യോഹന്നാൻ 4:23 നമ്മൾ വായിക്കുമ്പോൾ എന്താ നമ്മളോട് വായിക്കുന്നത്? നാഴിക വരുന്നു, വന്നു ഇരിക്കുന്നു. കർത്താവിനത് ഓൾറെഡി കർത്താവിന്റെ ഓരോ നിമിഷഗണത്തിലും പിതാവിനോട് കർത്താവ് ചേർന്നിരുന്നു. കർത്താവ് ആ അവസാനത്തെ 3 നാഴിക നേരം പിതാവിനോട് വേർപെട്ട് നമുക്കായിട്ട് നരകാഗ്നി സഹിക്കാൻ വേണ്ടി പിതാവിനോട് വേർപെട്ട് ആ 3 മണിക്കൂർ നേരം ഒഴിച്ചാൽ, ആ 12 മണി മുതൽ 3 മണി വരെ ഉണ്ടായിരുന്ന ആ ഇരുള് വ്യാപിച്ച ആ സമയം ഒഴിച്ചാൽ ബാക്കി എല്ലാ നിമിഷങ്ങളിലും കർത്താവ് പിതാവിനോട് ഇപ്പോഴും ആരാധനയിലായിരുന്നു. കർത്താവ് എപ്പോഴും കൈകൊട്ടി ഇങ്ങനെ സ്തോത്രം ചെയ്ത് ഇങ്ങനെ സ്തുതിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തെന്നല്ല, കുറച്ച് അവിടെ ആത്മാവിലുള്ള ഒരു ആരാധന. അതാ നമ്മൾ ആൻഡ് അവർ ഇസ് കമ്മിങ് നൗ ഈസ്, അത് 23-ാമത്തെ വാക്യത്തില് എന്താ, നമസ്കാരം ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു ഇരിക്കുന്നു. ഇതേപോലൊരു പ്രയോഗം 5-ാം അധ്യായത്തിലും കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യം, അത് നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ആ വാക്യം ഒന്ന് കോട്ട് ചെയ്തായിരുന്നു. എന്താ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ മലയാളത്തിൽ 26-ാമത്തെ വാക്യം കൂടി, ഇപ്പോൾ വന്നു ഇരിക്കുന്നു. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേട്ട് അവര് ജീവിക്കുന്ന നാഴിക വരുന്നു. അത് കർത്താവിന് 2-ാമത്തെ വരവെങ്കിൽ മരിച്ചവർ കല്ലറയിൽ നിന്ന് ജീവിക്കും. എന്നാൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മീയമായ ജീവൻ പ്രാപിച്ചുകൊണ്ടിരുന്നു. ആരാ? കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാരൊക്കെ. അതാ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ആ ശബ്ദമാണ് ലാസറസിന്റെ കല്ലറയില് മുഴങ്ങിക്കേട്ട ആ ശബ്ദമാണ് കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണേ എന്നുള്ളൊരു കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു. അപ്പം കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോനെ, എൻ്റെ മോളെ, എനിക്ക് വലിയൊരു ദാഹമുണ്ട് നിന്നെക്കുറിച്ച്, ഞാൻ നിനക്കായിട്ട് ദാഹിക്കുന്നു. കർത്താവ് ആർക്ക് വേണ്ടി ദാഹിക്കുന്നേ? എനിക്ക് വേണ്ടിയാണ് ദാഹിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും, നമ്മളെ സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും, കോളേജിൽ പഠിക്കുന്നവരായിരിക്കും, യൗവനക്കാരായിരിക്കും, നമ്മൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മൾ മുതിർന്ന വന്യവയോധികന്മാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും കർത്താവ് എന്തിനു വേണ്ടി കർത്താവിൻ്റെ ദാഹം എന്ന് ചോദിച്ചാൽ, എനിക്കായിട്ട് ദാഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് നമ്മൾ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ വലിയ വലിയ സമാപന കൂടാതെ വലിയ വലിയ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് എന്തിനാ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ ആ ദാഹം പൂർണ്ണമാകണമെങ്കിൽ, കർത്താവിൻ്റെ ദാഹത്തിനൊരു ശമനം വരണമെങ്കിൽ നമ്മൾ സത്യത്തിൽ ആരാധിക്കുമ്പോഴാണ്, യഥാർത്ഥത്തിൽ ആത്മാവിൽ ആരാധിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു 2 ആംഗിൾസിലൂടെ ആ സത്യത്തിലും ആത്മാവിലും എന്നുള്ളത് 2 ആംഗിൾസിലൂടെ. ആത്മാവിലും സത്യത്തിലും എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യാത്മാവിലും കപടത ഇല്ലാതുള്ള യാഥാർത്ഥ്യത്തിലും ആരാധിക്കുന്നു എന്നുള്ളൊരർത്ഥമുണ്ട്. പിന്നെ വേറൊരു ആംഗിൾ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലും ദൈവവചനത്തിലും ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവും ദൈവവചനമാണ് നമ്മൾ വചനത്തിലുടനീളം കാണുന്നത്. ആദിയിൽ അവിടെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 2-ാമത്തെ വാക്യം. പിന്നെ ദൈവം പറഞ്ഞു, ഗോഡ് സെഡ്, ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. അപ്പം പരിശുദ്ധാത്മാവും ദൈവവചനവും നമ്മൾ വചനത്തിലുടനീളം ആ ഒരു കോമ്പിനേഷൻ നമ്മളിവിടെ കാണുന്നുണ്ട്. ആത്മാവിനെയും വചനത്തെയും വേർതിരിക്കാൻ ഒക്കെയില്ല. ഞാൻ പറയുന്ന വചനങ്ങൾ തന്നെ ആത്മാവും ജീവനുമാകുന്നുവെന്ന് യോഹന്നാൻ 6:63 കർത്താവ് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം അവിടെ ആത്മാവിലും സത്യത്തിലും എന്ന് പറയുമ്പോൾ, സത്യം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വചനമാണ് സത്യം എന്ന് യോഹന്നാൻ 17:17 നമ്മൾ വായിക്കുന്നുണ്ട്. യുവർ വേർഡ് ഈസ് ട്രൂത്ത്. കർത്താവിന്റെ വചനമാണ് സത്യം. കർത്താവിനാണ് സത്യം, ഞാൻ തന്നെയാണ് സത്യം എന്ന് കർത്താവ് യോഹന്നാൻ 14:6 പറയുന്നുണ്ട്. കർത്താവിനാണ് വചനമെന്ന് യോഹന്നാൻ 1:14, വെളിപ്പാട് 19:13 വാക്യത്തിലൊക്കെ ഹിസ് നെയിം ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്, അവരുടെ പേര് ദൈവവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ കർത്താവാണ് സത്യം, കർത്താവാണ് വചനം, വചനമാണ് കർത്താവ്, വചനമാണ് സത്യം. എല്ലാം സെയിം ആണ്. A=B, B=C, എന്ന് പറയുന്നത് പോലെ. അപ്പം സത്യത്തിന് ആരാധിക്കുക എന്ന് പറഞ്ഞാൽ വചനപ്രകാരം, വചനത്തിൽ ആ വചനപ്രകാരമാണ് നമ്മളിപ്പം ആ വചനത്തിൽ എന്താണ് ഈ ആത്മാവിലുള്ള ആരാധന എന്നുള്ള അറിയാൻ വേണ്ടി നമ്മൾ പുറപ്പാടിൽ നിന്നും ഉൽപ്പത്തിയിലോട്ടും വെളിപാടിലോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ വചനത്തിലൂടെ വരുന്ന ഒരു ഓട്ടപ്രദക്ഷിണം നടത്താൻ നോക്കിയത്. ആ വചനപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഉള്ളൊരു ആരാധന. അങ്ങനെ നമ്മൾ ആരാധിക്കുമ്പോഴാണ് കർത്താവിനോട് നമുക്ക് ആത്മാവിൽ ഒന്നായിട്ട് ചേരാൻ ഒക്കുന്നത്. ആ യോഹന്നാൻ 4 നമ്മൾ തിരിച്ച് ആദ്യം വന്ന വാക്യങ്ങളിലേക്ക്, യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിന്റെ സത്യത്തിൽ നമസ്കരിക്കണം. ദൈവം ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ ഗോഡ് ഈസ് സ്പിരിറ്റ്. ഇപ്പം കുറച്ച് വെള്ളവും കുറച്ച് എണ്ണയും കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ നോക്കുക. മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിക്സിയിൽ ഇട്ട് അടിച്ചാലും കുറച്ചടിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ, എല്ലാം തടയുക. ശങ്കരനിപ്പോഴും ശങ്കരനിസ്റ്റിലുണ്ട് കോക്കനട്ട് ട്രീ എന്ന് പറയുന്നത് പോലെ, ശങ്കരനിപ്പോഴും തെങ്ങിയ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ എണ്ണയും വെള്ളവും കൂടി ചേരത്തില്ല.
എന്ന് പറയുന്നത് പോലെ ദൈവം ആത്മാവാകുന്നു. അപ്പോ നമുക്ക് ദൈവമായിട്ട് കൂടിച്ചേരണമെങ്കിൽ നമ്മളുടെ ഏത് പാർട്ടേ കൂടിച്ചേരത്തുള്ളൂ? ആത്മാവേ കൂടിച്ചേരത്തുള്ളൂ. നമ്മളുടെ ദേഹവും ദൈവത്തോട് കൂടിച്ചേരാനൊക്കത്തില്ല. നമ്മൾ പുനരുദ്ധാന ശരീരത്തിലാവുമ്പോൾ കർത്താവിന്റെ കൂടെ ഇരിക്കും, അത് വേറെ കാര്യമാണ്. എന്നാൽ നമ്മളുടെ ഈ ദേഹിയിലോ ദൈവത്തോട് നമുക്ക് ഒന്നാകാൻ പറ്റത്തില്ല. നമ്മളത് ഒന്ന് കുരിന്ത്യർ 6 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവത്തോട് നമ്മൾ എവിടെ ഒന്നാകുന്നതെന്ന് നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യം എന്താ? 1 കുരിന്ത്യർ 6:17 വാക്യം, 1 Corinthians 6:17, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു. One who joins himself to the Lord is one spirit with him. കർത്താവിനോട് ആത്മാവിലാണ് നമുക്ക് പറ്റിച്ചേരാകുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നത് കർത്താവിനോട് നമ്മൾ ഏക ആത്മാവാകുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആരാധന. അതാ സത്യത്തിലും ആത്മാവിലുള്ള ഒരു ആരാധന. അപ്പൊ അതിലേക്ക് വരണമെങ്കിൽ ശരിയാണ്, നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാനാണെങ്കിൽ നാവുകൊണ്ട് പറയുന്നു, കേൾക്കുന്നവര് ഞാനും കേൾക്കുമ്പോൾ എന്താ, നമ്മുടെ ചെവിയിലൂടെ, നമ്മുടെ ദേഹത്തിലൂടെ ആദ്യം അത് പോകുന്നു അല്ലെ. നമുക്ക് ദേഹി ആത്മാവെന്നാണ് നമ്മൾ പറഞ്ഞു തന്നെ. അപ്പൊ ദേഹത്തിലൂടെ, നമ്മുടെ ചെവിയിലൂടെ നമ്മൾ ഈ വചനം കേൾക്കുന്നു. നമ്മളിപ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ കണ്ണും നമ്മുടെ ചെവിയൊക്കെ ഏതിന്റെ ഭാഗമാണ്? നമ്മുടെ ദേഹത്തിന്റെ, ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പം ഈ വചനം നമ്മളുടെ കണ്ണിലൂടെ, നമ്മളുടെ ചെവിയിലൂടെ ചെല്ലുന്നു, നമ്മുടെ ബ്രെയിനിലേക്ക് ചെന്നത് പ്രോസസ്സ് ചെയ്യുമ്പം അവിടെ നമ്മളുടെ തോട്ട് ലെവലിൽ അതൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് ആത്മാവിലുള്ള ആരാധന, ഇതാണ് നമ്മുടെ ആത്മാവും ദേഹവും എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ തോട്ട് ലെവൽ, നമ്മുടെ കാഴ്ചയപ്പത്തിന്റെ കാര്യം നമ്മളിപ്പം കണ്ടതുപോലെ അവിടെ ഒരു പ്രോസസ്സിങ് നടക്കുന്നു. അപ്പൊ നമുക്ക് അയ്യോ ദൈവം എനിക്കായിട്ട് ദാഹിക്കുന്നു, കർത്താവിനോട് എന്നോടുള്ള സ്നേഹം. അപ്പൊ നമുക്ക് ഇമോഷൻസിലൊരു കർത്താവ് എന്നെ സ്നേഹിക്കുന്നു, എന്നാൽ അവിടെ ഒന്നും തീർന്നില്ല. കർത്താവിനെ സ്നേഹിക്കുന്നു, എനിക്ക് കണ്ണീരൊക്കെ വരുന്നു, ഇമോഷൻസ് ഒക്കെ സ്റ്റാർട്ടപ്പ് ആയി. പക്ഷേ എവിടെ ആത്മാവിന്റെ തലത്തിൽ കർത്താവിനോട് പിടിച്ചേരാൻ ഒക്കുള്ളൂ എന്ന് ചോദിച്ചാൽ അവിടെ വേറെ അത് എന്തിലോട്ട് നയിക്കണം? നമ്മുടെ വിൽ പവറിൽ അവിടെ അത് ആ വചനം ടച്ച് ചെയ്യണം. അവിടെ വിൽ പവറിൽ, അവിടെ സുവർണ്ണ അൾത്താര നമ്മൾ കണ്ടു. അവിടെ ആ സുവർണ്ണ അൾത്താരയിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്, അവിടെ നമുക്കൊരു തെരഞ്ഞെടുപ്പുണ്ട്. അവിടെ ഒന്നുകിൽ നമുക്ക് ഇതൊക്കെ സൗകര്യങ്ങൾ എന്തെങ്കിലും ഞായറാഴ്ച എന്തെങ്കിലും പ്രസംഗിക്കണമല്ലോ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അവർ വിഷയങ്ങൾ എടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നതാ. ഇപ്പൊ നമുക്കിപ്പോ കർത്താവിനോട് ആത്മാവിൽ ചേരാൻ വേണ്ടി ഇപ്പൊ നമ്മളിപ്പോ എന്നെ കുറിച്ച് ദാഹിച്ചുകൊണ്ടിരിക്കുവാണ്, എന്തെങ്കിലുമൊക്കെ ഇവര് സഹോദരങ്ങൾ പറയുന്നതാ. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഇമോഷൻസിലും ചിലപ്പോൾ ഒരു സ്റ്റേർഡപ്പ് ആവും, ചിലപ്പോൾ പാട്ടൊക്കെ പാടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമോഷണലായിട്ടൊക്കെ നമുക്ക് തോന്നുന്നു. എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, അതിലൊന്നും ദോഷമൊന്നുമില്ല. എന്നാൽ നമ്മളുടെ വില്ലില്, ഇവിടെ ഇച്ഛാശക്തിയിൽ അവിടെ നമുക്കൊരു സറണ്ടർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള. അവിടെ കർത്താവ് പറഞ്ഞതുപോലെ, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഉടനീളം കർത്താവ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മത്തായി 26:39 വായിക്കുന്നുണ്ട്. ഗെത്സമനെ തോട്ടത്തിൽ എന്താ കർത്താവ് പറഞ്ഞു? നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ഓഫ് ഫാദർ. അത് കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ മാത്രം പറഞ്ഞതല്ല, എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടം എന്ന് കർത്താവ് അവിടെ ഗെത്സമനെ തോട്ടത്തിൽ മാത്രമല്ല പറഞ്ഞ്, കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം പറഞ്ഞു എന്ന് എവിടെ പറയുന്നേ? യോഹന്നാൻ 6:68 നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ യോഹന്നാനിൽ തന്നെ ഉണ്ടല്ലോ, യോഹന്നാൻ 6:38 നമ്മൾ വായിക്കുന്നു. നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന വാക്യങ്ങളാ എന്താ? ഞാൻ എൻ്റെ ഇഷ്ടമല്ല. ഇപ്പം കർത്താവിന്റെ ഇഷ്ടമല്ലേ ചെയ്യുന്നേ? ദൈവമല്ലേ? അപ്പൊ പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ പോരെ? അല്ല, താനിവിടെ മനുഷ്യനായിട്ട് വന്നിരിക്കുക. അപ്പം കർത്താവിന്റെ സ്വന്തമായിട്ടുള്ളൊരു മനുഷ്യനെന്ന നിലയിൽ താനൊരു ജഡത്തിലാണ് വന്നിരിക്കുന്നത്. ജഡം എന്നുള്ള വാക്ക് തന്നെ, അത് ജഡം എന്നുള്ള വാക്ക്, ആ സാക്സ് എന്നുള്ള വാക്ക്, ഫ്ലഷ് എന്നുള്ള വാക്ക് രണ്ടർത്ഥത്തിൽ വചനത്തിലെ പുതിയ നിയമത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ ശരീരം എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ജഡം എന്നുള്ള വാക്ക്. പിന്നെ നമ്മളുടെ സെൽഫ് വിൽ, നമ്മുടെ സ്വന്തം ഇഷ്ടം എന്നുള്ള അർത്ഥത്തിൽ, സെൽഫ് വിൽ എന്നുള്ള അർത്ഥത്തിൽ ആ ജഡം എന്നുള്ള വാക്ക്, ആത്മാവും ജഡവും തമ്മിൽ പോരടിക്കുന്നു എന്നൊക്കെ നമ്മൾ ആത്മാഭിലാഷം ജഡത്തിനെതിരെയും ജഡാഭിലാഷം ആത്മാവിനെതിരെയും എന്നൊക്കെ പറയുമ്പോൾ ഗലാത്യർ 5:17 നമ്മളത് വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിനെതിരെയൊന്നും പോരടിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. ഇപ്പൊ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിനെതിരെ മറിച്ച് നമ്മുടെ ഒരു സെൽഫ് വിൽ, ദൈവത്തിന് വിരോധമായിട്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടേതായ ഒരു സ്വന്തം ഇഷ്ടം. ആ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ഈഗോ എന്നൊക്കെ പറയുന്ന ഞാൻ എന്നുള്ളൊരു ഭാവം, സെൽഫ്, അല്ലെങ്കിൽ സെൽഫ് തന്നെ ഒന്ന് ഒരു സ്പെല്ലിങ്, അതിനകത്തൊരു എഫ് മാറ്റി തിരിച്ച് സ്പെല്ല് ചെയ്ത ഫ്ലഷ് അല്ലെ, അതിനൊരു റീസ്പെല്ല് ചെയ്താന്ന്, എഫ് മാറ്റണ്ട, റീസ്പെല്ല് ചെയ്ത ഫ്ലഷ്. സെൽഫ് തന്നെയാണ് ഫ്ലഷ് തന്നെയാണ് സെൽഫ്. ഫ്ലഷ് എന്നുള്ള വാക്ക് ശരീരം എന്നുള്ള അർത്ഥത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സകല ജഡത്തിന്മേലും ആത്മാവിനെ അയക്കുന്നൊക്കെ പറയുമ്പോൾ അത് ആ മനുഷ്യ ശരീരങ്ങളെ, മനുഷ്യരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കർത്താവ്
വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോഴും അവിടെ മനുഷ്യ ശരീരമായി തീർന്നു എന്നുള്ള അർത്ഥത്തില്ല. പിന്നെ ആത്മശരീരമായി തീർന്നു എന്നും കർത്താവിന് ഒരു ഭൗതിക ശരീരമായി തീർന്നു എന്നുള്ള അർത്ഥത്തിൽ അവിടെ യോഹന്നാൻ 1:14 ആ ജഡം എന്നുള്ള വാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബാക്കി പലയിടങ്ങളിലും ആ ജഡം എന്നുള്ള വാക്ക് എങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ കുറിക്കുന്ന ഒരു കാര്യം. അതാ ഇവിടെ നമ്മളിപ്പോൾ യോഹന്നാൻ 6:38 ഞാൻ അതൊക്കെ കൂടെ വായിച്ചങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇനി ഒരു 2-3 മണിക്കൂറൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഗഹനമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഇത്. യോഹന്നാൻ 6:38 ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. പിതാവിനൊരു ഇഷ്ടമുണ്ട്, എന്നാൽ മനുഷ്യനെന്ന നിലയിൽ എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തെ അങ്ങ് അടിയോട് പറയുന്നു. അതാണ് നമ്മളിപ്പം കണ്ട ആ സുവർണ്ണ അൾത്താരയിൽ നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ തലത്തിൽ നമ്മളുടെ തോട്ട്സിൽ നമ്മുടെ ചിന്തകള് മനസ്സ് പുതുക്കപ്പെടുന്നു, അതൊക്കെ നല്ലത് തന്നെ. പിന്നെന്താ, നമ്മളുടെ മനസ്സിൽ നമ്മുടെ ദൈവവചനം മനസ്സിലാക്കുന്നു, നമ്മുടെ ദേഹത്തിലൂടെ, കണ്ണിലൂടെ, ചെവിയിലൂടെ വചനം വരുന്നു. കണ്ണും ചെവിയൊക്കെ വഴിയരികെ വീഴുന്നത് പോലെയുള്ള അവസ്ഥയേ ഉള്ളൂ. അവിടെ തന്നെ അങ്ങ് നിൽക്കുവാണ്. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നൊന്നും മനസ്സിലാക്കുന്ന പോലും ഇല്ല എന്നുണ്ടെങ്കിൽ ആളിവിടെ ഉണ്ട്, പക്ഷേ ചിന്തകൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ വഴിയരികെ വീണ് വിത്ത ദേഹത്തിന്റെ തലത്തിലേ എത്തിയിട്ടുള്ളൂ. പിന്നെന്താ, അത് പാറമേൽ വീണ് വിത്തെന്ന് പറഞ്ഞാല് അവിടെ അവര് സന്തോഷത്തോടെ വചനം സ്വീകരിച്ചു എന്നൊക്കെ നമ്മളവിടെ മർക്കോസ് 4-ലും മത്തായി 13-ലും ലൂക്കോസ് 8-ലും ഒക്കെ നമ്മൾ വായിക്കുന്നത്. സന്തോഷത്തോടെ ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആയി. പക്ഷെ അത്രയേ ഉള്ളൂ. വചനവും പാട്ടുകൾ കേട്ടപ്പോൾ ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് ആക്കുള്ള. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രതികൂലമൊക്കെ വന്നപ്പോഴത്തേക്കും സദൈവ അവർക്ക് ആഴത്തിലേക്ക് അവരൊന്നും ധ്യാനിച്ചൊന്നുമില്ല. പിന്നെ ചിലർ ഇമോഷൻസ് സ്റ്റാർട്ടപ്പ് മാത്രമല്ല, അവര് മനസ്സിൽ ഈ വചനം ധ്യാനിക്കുന്നു, ക്രോസ് റെഫറൻസ് എഴുതിയെടുക്കുന്നു, അവര് ചിന്തിക്കുന്നു, ആ വചന ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഇതായിട്ടുള്ള ദൈവം പറഞ്ഞിരിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ആഴത്തിലേക്ക് വേര് പോകുന്നു. അത് മുള്ളിമേ വീണ വിത്ത് മാതിരിയാ, ആഴത്തിലേക്ക് വേര് പോകുന്നു. പക്ഷെ എന്തുണ്ട്, കുറെ മുള്ളുകളുണ്ട്. ആ മുള്ളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡത്തിൻ്റെതായ പല കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ഒക്കെയാണ് ആ മുള്ളുകൾ എന്ന് പറയുന്നത്. അവിടം വരെ എത്തി. പക്ഷെ നല്ല നിലത്തേക്ക് ഇത് ആവണമെങ്കിൽ, ആത്മാവിന്റെ തലത്തിലേക്ക് ഇത് പോകണമെങ്കിൽ അവിടെ നമ്മുടെ ആ അൾത്താരയിൽ നമ്മുടെ ഡിസിഷൻ കപ്പാസിറ്റി, അവിടെ ഒരു സറണ്ടർ. കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. ഇപ്പൊ നമ്മൾ യോഹന്നാൻ 6:38 അത് വായിച്ചു. പിന്നെ 5:30 നോക്കുമ്പോഴും അതേ കാര്യം തന്നെ കർത്താവ് പറയുന്നത്. യോഹന്നാൻ 5:30 എന്താ കർത്താവ് പറയുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിയത്തില്ല, ഒന്നും കഴിയത്തില്ല, എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല. I cannot do anything. I can do nothing on my own initiative. യോഹന്നാൻ 5:30 പറയുക, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചതിന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത്. അവിടെയും കഥ പറയും, എൻ്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം. മത്തായി 26:39 ഗെത്സമനെ തോട്ടത്തിൽ പറഞ്ഞ വാക്യം നമുക്ക് എല്ലാവർക്കും പറയാം, നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ. അവിടെയാണ് ഒരു ക്രോസ് ഉള്ളത്. ആ ക്രോസിലൂടെ അതിപരിശുദ്ധ സ്ഥലത്ത് ആത്മാവിന്റെ തലത്തിൽ നമുക്ക് എത്താനൊക്കെ ഉള്ളൂ. അതാ കർത്താവ് പറഞ്ഞ്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവന് ക്രൂസ് എടുത്ത് തന്നെ നിഷേധിച്ച് ദിനംതോറും ക്രൂസ് എടുത്ത് തന്നെ അനുഗമിക്കണമെന്ന് ലൂക്കോസ് 9:23 കർത്താവ് പറയുമ്പം, എന്ത് ഈ ക്രൂസ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട്, എനിക്ക് ചിലപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്, കാറ്റൊക്കെ ഉണ്ട്, ഇരുന്ന് ഉറങ്ങിയ എൻ്റെ ഇഷ്ടം. പക്ഷെ അല്ല, കർത്താവ് എന്നോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? കർത്താവേ, എനിക്ക് ശരിയാണ്, ശരീരത്തിന് ബലഹീനതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കർത്താവേ, അവിടെ നിന്ന് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് കേൾക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമുക്ക് കോപിക്കാനോ ആകുലപ്പെടാനോ കൈപ്പാട്ടിരിക്കാനോ ക്ഷമിക്കാതിരിക്കാനോ നമ്മൾ അശുദ്ധമായിട്ടിരിക്കാനോ ഒക്കെയുള്ള പലവിധമായിട്ടുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുമ്പോൾ അവിടെ ഈ ആത്മാവിന്റെ തലത്തിലേക്കുള്ള ആരാധന നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ വചനം നമ്മുടെ ആത്മാവിന്റെ തലത്തിലേക്ക് വന്ന് അത് പോഷണമായി തീരണമെങ്കിൽ അവിടെ നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ട്, അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, അതൊരു ന്യൂട്രൽ കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അതാണ് ദൈവം സൃഷ്ടിച്ചപ്പോഴും അവന് ഈ ഒരു ഇച്ഛാശക്തിയോട് വിൽപ്പവരോടുകൂടി ദൈവം സൃഷ്ടിച്ച്. ഇപ്പം കാലറിസ്റ്റുകൾ പറയുന്നത് പോലെ ദൈവം മനുഷ്യനെ റോബോട്ടുകളെ പോലെ അല്ല സൃഷ്ടിച്ച്. ദൈവത്തിന് മനുഷ്യന് ഫ്രീ വില്ലില്ല, സ്വതന്ത്ര ഇച്ഛാശക്തിയില്ല എന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങളൊക്കെ ക്രിസ്ത്യ ലോകത്തൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. എന്നാൽ അങ്ങനെയല്ല, ദൈവം നമുക്കൊരു ഫ്രീ വില്ല് തന്നിട്ടുണ്ട്, നമുക്കൊരു ഇച്ഛാശക്തി, ദൈവം ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട്. അവിടെ ഒരു ചോയ്സ് ഉണ്ട്. ആദമും ഹവ്വയും എന്ത് ചെയ്തു? സ്വന്തം ഇഷ്ടമൊന്ന് തിരഞ്ഞെടുത്തു. അപ്പോഴത്തേക്കും അവിടെ ഒരു തിരശ്ശീല വന്ന് അവർ ദൈവത്തിൽ നിന്ന് മറഞ്ഞുപോയി എന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ഉൽപ്പത്തി 3 വായിക്കുന്ന. അവര് ഏദൻ തോട്ടത്തിൽ നിന്ന് ജീവവൃക്ഷത്തിൽ നിന്നൊക്കെ അങ്ങ് അവര് വേർപെട്ട് പോയതായിട്ട്, അവരിൽ നിന്ന് പുറത്തായി പോയതായിട്ട്, ദൈവം അവരെ പുറത്താക്കി കളയേണ്ടതായിട്ട് വന്നതായിട്ടൊക്കെ നമ്മൾ ഉൽപ്പത്തി 3:24 നമ്മൾ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്തപ്പോൾ, അവർക്കൊരു സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുക്കാം, ദൈവത്തിന്റെ ഇഷ്ടം തിരഞ്ഞെടുക്കാം. അവിടെ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്തപ്പോൾ
ആ ആ ഒരു ജഡമാകുന്ന ഒരു തിരശ്ശീല ദൈവത്തിൽ നിന്ന് അവർ വേർപെട്ടു പോയി. ഇന്ന് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ആ ഒരു ദൈവത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയിൽ ആത്മീയമായിട്ട് മൃതാവസ്ഥയിലാണ് ജനിക്കുന്നേ. അത് ആ പാപത്തിൽ മരിച്ചവരായിരുന്ന നാം എന്നൊക്കെ നമ്മൾ എഫേസ്യർ 2:1 നമ്മൾ വായിക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവും കർത്താവിൻ്റെ വചനമൊക്കെ നമ്മളിൽ പല സാഹചര്യങ്ങളിലൂടെ പരിവർത്തിച്ചുകൊണ്ടേയിരുന്നു. ദൈവം തന്നെ നമ്മളെ സഹായിച്ചു അവിടെ കർത്താവിനെ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് യേശുവിനെ നമ്മളതിനെ സറണ്ടർ ചെയ്തപ്പോൾ നമ്മുടെ ജഡമാകുന്ന തിരച്ചിൽ ചെറിയ ഒരു വിള്ളൽ വീണു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിന്റെ തലത്തിലേക്ക് വന്ന് നമുക്ക് ജീവൻ തരാൻ സാധിച്ചു. കർത്താവിന്റെ രക്തം നമ്മളുടെ ആത്മാവിന്റെ കണ്ണാവുന്ന മനസാക്ഷിയെ കഴുകി പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്ന് നമുക്ക് ജീവൻ ഉണ്ടായി. എന്നാൽ ജീവൻ ഉണ്ടാകുന്ന സമൃദ്ധമായ ജീവൻ ഉണ്ടാകുന്ന ഞാൻ വന്നിരിക്കുന്നതെന്നാണ് യോഹന്നാൻ 10:10 കർത്താവ് പറഞ്ഞ സമൃദ്ധമായ ജീവനാണ് ഈ ഒരു ആരാധനയിൽ ഉള്ളത്. അവിടെ നമുക്ക് തുടർമാനമായിട്ടും കർത്താവിന്റെ ജീവൻ ലഭിച്ചുകൊണ്ടേയിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ട്? ഈ ഒരു ആരാധന നടക്കണം. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒരു സറണ്ടർ നടക്കണം. അവിടെ ക്രൂസ് എടുത്തല്ലാതെ എന്നെ അനുഗമിക്കാൻ ഒക്കെയില്ലെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇഷ്ടമുണ്ട്, ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമുണ്ട്. ക്രോസ് എന്ന് പറയുമ്പോൾ 2 പ്ലാൻസ് ഉണ്ട്. ഒരു പലക കഷ്ണം മാത്രം കൊണ്ടുപോയിട്ട് ഒരു ക്രൂസാന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേർ വരെ കളിയാക്കും, ഇത് ക്രൂസ് അല്ല, ഇതൊരു തടി കഷ്ണമെന്ന് പറയും. പക്ഷെ ഒരു തടി കഷ്ണം കൂടെ അങ്ങോട്ട് വെക്കുമ്പോൾ ക്രോസാണ്. ക്രോസിങ് എന്നുള്ള വാക്ക് തന്നെ നമുക്കറിയാം. ക്രോസ് ചെയ്യണമെങ്കിൽ 2. അപ്പം നമ്മളുടെ ഒരു ഇഷ്ടമുണ്ട്, അതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്ലാങ്ക് മാതിരി, തിരശ്ചീനമായിട്ടുള്ള ലംബമായിട്ടുള്ള വെർട്ടിക്കലായിട്ടുള്ള ഒരു പ്ലാങ്കും കൂടെ ആകുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു വാള് മാതിരി ഉള്ള ദൈവത്തിന്റെ വചനമാണ്. വാളായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ ഇഷ്ടം. അവിടെ എൻ്റെ ഇഷ്ടം ഒരു തിരശ്ശീല മാതിരി ആയിരിക്കുന്നു, ദൈവത്തിന്റെ വചനം ഒരു വാള് മാതിരി മുകളിൽ നിന്ന് പതിക്കുന്നു. അവിടെ ഒരു ക്രോസ് ഉണ്ട്. ആ ആൾത്താരിൽ ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്യുമ്പോൾ അവിടെ ഞാൻ ക്രോസ് എടുക്കുക. അവിടെ എൻ്റെ സഹജീവനിലൊരു മരണം സംഭവിക്കുക. വാളിന്റെ ജ്വാലയുമായിട്ടാണ് കെരൂബിനെ ഈ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാനായിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഉൽപ്പത്തി 3:24 നമ്മളിപ്പോൾ ആ വാക്യം നമ്മൾ റെഫർ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ജീവന്റെ വൃക്ഷം കർത്താവിന്റെ സാന്നിധ്യമാകുന്ന അതിപരിശുദ്ധ സ്ഥലം, കർത്താവാകുന്ന ആ അതിപരിശുദ്ധ സ്ഥലത്തിൽ കർത്താവിലേക്ക് നമ്മുടെ ആത്മാവിൽ ഒന്നാകണമെങ്കിൽ എന്ത് വേണം? നമ്മളിവിടെ ഒരു സറണ്ടർ വേണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താ? നമ്മെ തന്നെ നമ്മളങ്ങ് സമർപ്പിക്കുക. അത് കർത്താവ് പറഞ്ഞേ, കർത്താവ് പൗലോസിലൂടെ അതല്ലേ പറഞ്ഞേ യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള ആരാധന എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോമർ 12:1-2 വാക്യങ്ങളിൽ that is your spiritual service of worship, that is your reasonable service of worship എന്ന കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ. ലോജിക്കലായിട്ടുള്ള ദൈവം നമ്മൾ അതുകൂടെ വായിച്ച് ഞാനങ്ങ് നിർത്തിക്കോട്ടെ. ആരാധനയിലാണ് നാം ആരാധിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദാഹം തീരുന്നത്, നമ്മുടെ ദാഹവും. നമുക്ക് ഈ ലോകത്തിന് പല കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ദാഹമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളുടെ ആ ആന്തരികമായിട്ടുള്ള ദാഹം തീരുന്നത് എവിടാ? കർത്താവ് തരുന്ന ഈ ജീവജലം കുടിക്കുമ്പോഴാണ്. നമ്മളത് യോഹന്നാൻ 4 റോമർ 12:1-2 വരുന്നതിന് മുമ്പ് ഞാൻ യോഹന്നാൻ 4 പെട്ടെന്ന് ഒന്നുകൊണ്ട് ഓടിപ്പോയിക്കോട്ടെ. യോഹന്നാൻ 4:13-14 വാക്യങ്ങൾ നമുക്കറിയാം. ഈ ലോകം തരുന്ന വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം ഈ വെള്ളം നമ്മൾ ആശ്ചര്യമായിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ദാഹിക്കും, പിന്നെയും വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് പോലെ ലോകം തരുന്ന വെള്ളം എന്തൊക്കെയാ? ലോകം തരുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, അതാണ് ലോകം തരുന്ന വെള്ളം. ലോകത്തിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് 1 യോഹന്നാൻ 2:16 നമ്മൾ വായിക്കുന്നുണ്ട്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപമാണ് ഈ ലോകം തരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ. കൺമോഹം എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം വേണം, പണവും കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് വലിയ കാര്യങ്ങൾ, അത് വേണം എന്നുള്ളൊരു കൺമോഹം. ജഡമോഹം എന്ന് പറയുമ്പോൾ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളായാലും വിശപ്പിന്റെ ഉറക്കത്തിന്റെ കാര്യമൊക്കെ ദൈവം വെച്ചിരിക്കുന്ന പരിധിയിൽ കവിഞ്ഞുള്ള വിവാഹത്തിന് വെളിയിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന വൃത്തത്തിന് വെളിയിലേക്ക് ഉള്ള ഒരു ജഡമോഹമുണ്ട്. പിന്നെ ജീവനത്തിന്റെ പ്രതാപം, അമ്പടെ ഞാൻ വലിയ ആളാ, എന്നെ കുറിച്ച് അവരങ്ങനെ പറഞ്ഞോ, എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവരോട് ക്ഷമിക്കത്തില്ല. അവർ ജീവനത്തിന്റെ പ്രതാപം, അയ്യോ അല്ലെങ്കിൽ എന്നെ ആരും കരുതിയില്ല, അയ്യോ എനിക്കൊന്നുമില്ലേ, ഞാനങ്ങ് നിരാശപ്പെട്ടിരിക്കുമ്പോഴും അവിടെ ജീവനത്തിന്റെ പ്രതാപം. അവിടെ ഒരു അമ്പടെ ഞാനേ ആയാലും അയ്യോഭാവം ഞാനേ ആയാലും ഈ ലോകം തരുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ, ലോകത്തിന്റെ മനുഷ്യമാനം, പിന്നെന്താ ജഡിക സുഖങ്ങള്, പിന്നെ ലോകം തരുന്ന പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന മാമോൻ, അതെല്ലാം കുടിക്കുമ്പോഴും പിന്നെ ദാഹിച്ചുകൊണ്ടിരിക്കുക. അത്ര ഏറ്റവും വലിയ കോടീശ്വരനോട് നിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ പൈസ വേണമെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് എത്ര കിട്ടിയാലും മതി വരത്തില്ല. ലോകം തരുന്ന വെള്ളം അത് നമ്മൾ യോഹന്നാൻ 4:13 കർത്താവ് ശമരിയ സ്ത്രീയോട് പറയുക. ശമരിയ സ്ത്രീ, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഭർത്താവ് അല്ലാത്ത ഒരാളുമായിട്ട് ജീവിക്കുന്ന ഒരു സഹോദരി. എന്നാൽ കർത്താവോട് പറയും, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, നീ എനിക്ക് വെള്ളം തരുന്നു, നല്ല കാര്യം. എന്നാൽ
എനിക്കൊരു ദാഹമുണ്ട്, നീ ഒരു സത്യാരാധികയായി മാറുമ്പോഴാണ് ഒരു ദാഹം ശമിക്കുന്നത്. ശരിയാണ്, നീ എനിക്കിപ്പം വെള്ളം തന്നു, എന്നാൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഒരു ജീവന്റെ ജലമുണ്ട്. ആ ജീവന്റെ ജലം പരിശുദ്ധാത്മാവാണെന്ന് യോഹന്നാൻ 7:39 നമ്മൾ വായിക്കുന്നുണ്ട്. ജീവജലത്തിന് നദികൾ എന്ന് പറഞ്ഞിട്ട് ആത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നതെന്ന് യോഹന്നാൻ 7:39 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ ലോകം തരുന്ന വെള്ളം, ആ ലോകത്തിന്റെ വെള്ളത്തിന് മീതെ ആര് നടന്നേ? കർത്താവ് നടന്നത്. നമ്മൾ മത്തായി 14:25 കർത്താവ് കടലിന്മേല് നടന്നു. ഈ ലോകം ആ ഗംഭീര വാരതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ടതൊക്കെ നമ്മൾ പാട്ടി പാടുന്നവർ ഈ ലോകം തരുന്ന വെള്ളത്തിന് മീതെ ആ കർത്താവിന്റെ നടത്തം. കർത്താവ് അതിനെയൊക്കെ ജയിച്ചുകൊണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യോഹന്നാൻ 16:33 കർത്താവ് അവസാനം പറയുമ്പോൾ ഈ കൺമോഹൻ ജഡമോഹൻ ജീവിതത്തിന്റെ പ്രതാപത്തേക്ക് ജയിച്ച് നടന്ന ഒരു കർത്താവ് അവിടെ നടക്കാൻ ആ പത്രോസിനെയും കർത്താവ് വിളിക്കുന്നേ. കം നീ എൻ്റെ കൂടെ വാ. കർത്താവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് പത്രോസ് വിശ്വാസത്തോടെ നടക്കാൻ തുടങ്ങി. അവന്റെ ഫോക്കസ് മാറിയപ്പോഴത്തേക്ക് അവൻ വീഴാൻ തുടങ്ങി. എന്നാൽ കർത്താവിനെ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ലോകത്തിന് മേലെയുള്ള ലോകം തരുന്ന വെള്ളത്തിൻ്റെയൊക്കെ മീതെ കർത്താവ് അതൊന്നുമല്ല, എനിക്ക് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമാണ് ഈ ലോകത്തിന്റെ വെള്ളം, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം മതി, അവിടുത്തെ വചനമാണ് അവിടുത്തെ ഇഷ്ടം, ആ വെള്ളം എനിക്ക് മതി, ആ ജീവന്റെ ജലം എനിക്ക് മതി എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാഹവും തീരുന്നേ, കർത്താവിന്റെ ദാഹവും തീരുന്നേ. ലോകത്തിന്റെ വെള്ളത്തെ കുറിച്ച് നമ്മൾ വീണ്ടും ഒരു വാക്യം വായിക്കുന്നത് എവിടാ? വെളിപാട് 17:15 നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ ബൈബിൾ സ്റ്റഡി നമ്മൾ ചൊവ്വാഴ്ചകൾ നടക്കുമ്പോൾ വീണ്ടും നമ്മൾ പലപ്പോഴും ആ വാക്യങ്ങൾ പറയുമായിരുന്നല്ലോ. വെളിപാട് 17:15 ഈ വെള്ളം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വീശിയിരിക്കുന്നതും ബാബിലോണാകുന്ന വീശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. ഈ ജാതികളെയും ലോകത്തെയും ഒക്കെ കുറിക്കുന്ന ഒരു കാര്യമായിട്ട്, ലോക വ്യവസ്ഥയെ കുറിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ വെള്ളം, ഈ കടല്. കർത്താവിന്റെ പുതു സൃഷ്ടിയിൽ കടൽ ഉണ്ടായിരിക്കത്തില്ല. കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നീട് ലൂസിഫറിന്റെ പതനത്തിന് ശേഷം കടലൊക്കെ ഉണ്ടായത്. പിന്നെ പുതിയ ആകാശം പുതിയ ഭൂമിയിൽ ഈ കടൽ കാണത്തില്ലെന്ന് നമ്മൾ വെളിപാട് 21:1 അവസാനം, വെളിപാട് 21 അവസാനം എന്താ വായിക്കുന്നത്? ഒന്നാമത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി കണ്ടില്ല. പുതിയ ആകാശത്തിലും ഭൂമിയിലും ഇപ്പൊ നമ്മൾ 2/3 ഭാഗവും സമുദ്രമായിരുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഈ കടല് കാണത്തില്ല. ആത്മീയ അർത്ഥത്തിൽ ഈ കടല്, ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങള്, അതിന്റെ മേലെ നടക്കാനുള്ള ഒരു കാര്യം പറഞ്ഞു. യോഹന്നാൻ 4:13 ഇപ്പൊ നമ്മൾ വായിച്ചു. അത് കഴിഞ്ഞിട്ട് പറയുക, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനും ഈ വെള്ളം കുടിക്കുന്നതിന് ഈ ലോകത്തിന്റെ വെള്ളം, ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്ര അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള എല്ലാവരും ഉണർത്തണേ. ലോകത്തിൻ്റെതായ പല കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെയൊക്കെയുള്ള ദാഹത്തിലേക്ക് നമ്മൾ പോയി എത്ര ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ നോക്കിയാലും എത്ര ലോകത്തിന്റെ പിന്നാലെ പോയാലും നമുക്കൊരു തൃപ്തിയും വരത്തില്ല. എന്നാൽ കർത്താവ് തരുന്ന വെള്ളം, ജീവന്റെ ജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്നൊരു നീരുറവയായിട്ട് അത് മാറും. കർത്താവിന്റെ ജീവനിലേക്ക്, കർത്താവിനെ അറിയുന്ന, കർത്താവിന്റെ സ്വഭാവമാകുന്ന ജീവനിലേക്ക് പൊങ്ങി വരുന്ന ഒരു നീരുറവയായിട്ട് ആയിത്തീരുന്ന ഒരു ആരാധന. അവിടെ ആ ആരാധനയിലേക്ക് വരണമെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ, നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട്. അത് നമ്മൾ റോമർ 12:1-2 വാക്യങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായിട്ട് സമർപ്പിക്കുവിൻ. അതാണ് ബുദ്ധിയുള്ള ആരാധന. അവിടെ ആരാധന എന്നുള്ള വാക്ക് അവിടെ യോഹന്നാൻ 4 പ്രൊസ്കിനിയോ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ റോമർ 12 ലത്രായ എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വർഷിപ്പ് ആൻഡ് സർവീസ് എന്ന് അർത്ഥം വരുന്നൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ആരാധനയും ശുശ്രൂഷയും അതാണ്. യഥാർത്ഥത്തിൽ ആരാധനയിൽ നിന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു ശുശ്രൂഷ ഒഴുകി വരുന്നത്. യഥാർത്ഥത്തിലുള്ള ആരാധന ബഹളം വെക്കുന്നതും ചാടുന്നതും തുള്ളുന്നതും അല്ല, മറിച്ച് നമ്മെ തന്നെ ദൈവമുമ്പാകെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ഇച്ഛയിൽ കർത്താവേ എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന് വചനമാകുന്ന പരിശുദ്ധാത്മാവിന്റെ ജ്വാലയുള്ള വാള് വന്ന് നമ്മളുടെ ജഡമാകുന്ന തിരശ്ശീലയെ അധികമായിട്ട് ചീന്തുകയും ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് അധികമായിട്ട് ഒന്ന് നിറഞ്ഞ് നമ്മളും ദൈവാത്മാവും, നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും ഏക ആത്മാവായിട്ട് തീരുന്നു. നമ്മുടെ ദൈവത്തോട് ഒന്നായി ചേരുന്ന ആത്മമണവാളിന്റെ മാർവിച്ചായിരിക്കുന്ന ഒരു അനുഭവം, കർത്താവിന്റെ ആ ഒരു സന്തോഷത്തിന്റെ പരിപൂർണ്ണ, അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണ്ണത ഉണ്ടെന്നൊക്കെ സങ്കീർത്തനം 16:11 Psalm 16:11 His presence is the fullness of joy. അതിലേക്ക് വരണമെങ്കിൽ ജീവന്റെ പാത ഉണ്ടെന്നൊക്കെയാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആ ജീവന്റെ പാതയെ നമ്മളിപ്പം കണ്ട് പുതുതും ജീവനുമായിട്ടുള്ള ക്രൂശിന്റെ വഴി അവിടെ നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോഴാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറഞ്ഞ കർത്താവിനോട് നമ്മൾ ഏകാത്മാവായി ചേരുമ്പോൾ അവിടെ ഒരു ആരാധന, അവിടെ നമ്മളുടെ ദാഹം, നമ്മളുടെ ഈ ലോകത്തിന് വേണ്ടിയുള്ള ദാഹവും പണത്തിന് വേണ്ടി മനുഷ്യമാനത്തിന് വേണ്ടി അവരെന്ത് പറയും ഇവരെന്ത് പറയും, മനുഷ്യമാനം അത് ക്രിസ്തീയ ലോകത്താവട്ടെ ബാക്കി ലോകത്തിന്റെ പ്രകാരമുള്ള മാനമാവട്ടെ, മറ്റുള്ളവർ നമ്മളെ മാനിക്കണം, ബഹുമാനിക്കണം, അവർ നമ്മളെ അംഗീകരിക്കണം, അങ്ങനെയൊക്കെയുള്ള പല ദാഹങ്ങളും
അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ പല പാപകരമായിട്ടുള്ള പല ദാഹങ്ങളും എല്ലാം അടങ്ങുന്നത് ഞാൻ ഈ വെള്ളം കുടിച്ചവനോന്നല്ല, കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ പണ്ട് ഇന്നലെ കുടിച്ചു അല്ല, ഇപ്പം കുടിച്ചുകൊണ്ടിരിക്കണം. ഡ്രിങ്ക്സ് അവിടെ സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹാബിച്വലായിട്ട് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിനെ പാനം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എനിക്ക് ലോകത്തിന് വേണ്ടി ഒരു ദാഹമില്ല. അപ്പോൾ അപ്പോഴാണ് നമ്മളുടെ ദാഹം തീരുന്നത്. അവിടെ ആ കർത്താവിൻ്റെ ദാഹവും ഇതേ ആരാധനയില തീരുന്നത്. നമ്മളെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ദാഹം, കർത്താവ് എനിക്ക് വേണ്ടി ദാഹിക്കുക, അവിടെ കർത്താവിൻ്റെ ദാഹവും ശ്രമിക്കുന്നു. എൻ്റെ മോൻ, എൻ്റെ മോള് അവിടെ അവള് എനിക്കായിട്ട് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഞാനുമായിട്ട് ഒന്നായി ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈ ആത്മാവിൻ്റെ ആരാധന നടക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് നമ്മളുടെ ദേഹിയിലോട്ട് ഒഴുകും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകളെ നവീകരിക്കും, നമ്മളുടെ വികാരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിലോട്ട് കൊണ്ടുവരും. അവിടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ പൂർണ്ണതയും, അത് നമ്മൾ ആരാധിക്കുന്നതിനെ കുറിച്ച് തൊട്ട് പറഞ്ഞതിന് ശേഷം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ രണ്ടാമത്തെ വാക്യം റോമർ 12:2 നമ്മൾ വായിക്കുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ചും, പിന്നെന്താ കർത്താവിൻ്റെ പൂർണ്ണഹിതം നമ്മുടെ ഇച്ഛയിൽ എന്താ നമ്മൾ കാണുന്നത്, ചിന്തിക്കുന്നത്, പറയുന്നത്, പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ പൂർണ്ണഹിതം. നമ്മളാരും പൂർണ്ണരായി തീർന്നിട്ടില്ല. എന്നാൽ നമ്മൾ ഇതുപോലെ ആരാധിക്കുന്തോറും ഇങ്ങനെ നമ്മൾ തന്നെ ജീവനുള്ള യാഗമായിട്ട് അവിടെ ഒരു പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൽ ഒരു ഹനനയാഗം ഉണ്ടായിരുന്നു, ബേൺഡ് ഓഫറിംഗ്. അതുപോലെ അംഗപ്രത്യംഗമായിട്ട് നമ്മെ തന്നെ കർത്താവ്, എൻ്റെ കണ്ണുകൾ, എൻ്റെ നാവ്, എൻ്റെ കൈകാലുകൾ, കർത്താവ് എൻ്റെ ചിന്തകൾ, എൻ്റെ തലച്ചോറെല്ലാം അവിടത്തേക്ക് എനിക്കായിട്ടുള്ളതെല്ലാം അവിടത്തേക്കായിട്ടുള്ളത് എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ താഴ്ത്തി അംഗപ്രത്യംഗമായിട്ട് ഞാൻ ആ അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ ആത്മാവിലേക്ക് വന്ന് നിറഞ്ഞ് എൻ്റെ ആത്മാവിൽ നിന്ന് എൻ്റെ ചിന്തകൾ കർത്താവ് ചിന്തിക്കുന്ന പോലെ കൂടുതലായിട്ട് ചിന്തിക്കാൻ, മനസ്സ് പുതുക്കുന്നതിനെ കുറിച്ച് നമ്മളവിടെ റോമർ 12:2 കർത്താവ് ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനും വചനപ്രകാരം ചിന്തിക്കാനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ യേശു ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും നടന്നിട്ടില്ല, ദൈവം എല്ലാം നന്മയ്ക്കെല്ലാക്കി തീർക്കും, കർത്താവിൻ്റെ കൃപ മതി. അങ്ങനെയുള്ള വചനപ്രകാരം കാര്യങ്ങളെ കാണാനും വചനപ്രകാരം നമ്മുടെ ചിന്തകളാക്കി നമ്മുടെ വികാരങ്ങൾ യഥാർത്ഥത്തിൽ പ്രയാസപ്പെടുന്ന ആൾക്കാരെ കാണുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു മൂവിങ്ങോടുകൂടി നമ്മളുടെ വികാരങ്ങൾ നമ്മളുടേതായൊരു സെൽഫിലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനെ കണ്ടുകൊണ്ട് പിന്നെ നമ്മുടെ തീരുമാനങ്ങൾ, അവിടെ വില്ലിലുള്ള നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ എന്ത് കാണുന്നു, എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് തീരുമാനം എടുക്കുന്നു, ആ വില്ലിനെ ബേസ് ചെയ്ത് നമ്മുടെ ബോഡി, നമ്മളുടെ ശരീരം നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ കണ്ണോ കാതോ നമ്മുടെ നാവോ നമ്മളുടെ കൈകാലുകളോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആ വില്ല് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു, എങ്ങോട്ട് പോകുന്നു, അതെല്ലാം കർത്താവിന് ഒരു ജീവനുള്ള യാഗമായിട്ട് നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതും, നമ്മൾ വചനം പറയുന്നതാവട്ടെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതാവട്ടെ, നമ്മൾ മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നതാവട്ടെ, നമ്മളുടെ ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന ജോലി എല്ലാം കർത്താവിന് ഒരു ആരാധനയായിട്ട് ചെയ്യാൻ. നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമായിരിക്കും, നമ്മൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരിക്കും, ഓഫീസിൽ വർക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമായിരിക്കും. എന്ത് ചെയ്താലും കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ആ ഒരു ആരാധനയുടെ ആത്മാവിൽ അത് ചെയ്യുവാൻ എല്ലാം കർത്താവ് whatever I do is for you, അവിടത്തേക്ക് ഒരു ആരാധനയായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമ്മളുടെ ജോലി നമ്മൾ പഠിക്കുന്നു, നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മളെ കുഞ്ഞുങ്ങളെ നോക്കുന്നു, നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്നു, പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നു, യാത്ര ചെയ്യുന്നു, കടയിൽ പോകുന്നു, അവിടെ എല്ലാം നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായിട്ട്. അതാ സത്യ ആരാധകർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുന്നു എന്നാൽ നമ്മൾ ഡ്രൈവർ അല്ലാതെ, ഇപ്പം ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുന്നു, അപ്പം ഞാൻ ഡ്രൈവറാണെന്ന് ചോദിച്ചല്ല, എന്നുവെച്ചാൽ ഞാൻ ആവശ്യത്തിന് വേണ്ടി ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ടീച്ച് ചെയ്യുന്നു, പക്ഷെ ഞാൻ ടീച്ചറാണെന്ന് വെച്ചാൽ അല്ല, എൻ്റെ സ്ഥിരം തൊഴിൽ അതല്ല, ആവശ്യത്തിന് വേണ്ടി ഞാൻ ടീച്ച് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ആരാധകരെയാ ദൈവത്തിന് ആവശ്യം, എപ്പോഴും ആരാധിക്കുന്നവർ. എപ്പോഴെങ്കിലും ഞായറാഴ്ച വാദിക്കുമ്പോൾ എന്തെങ്കിലും ഒക്കെ ഞാൻ സമർപ്പിച്ചു, അപ്പം എപ്പോഴെങ്കിലും ഒരിക്കൽ ഒന്ന് ആരാധിച്ചിട്ട് പോകുന്നവരെയല്ല, വർഷിപ്പ് സ്ഥിരമായിട്ട് കണ്ടിന്യൂവലായിട്ട് എപ്പോഴും ആ ഒരു ആരാധനയുടെ ആത്മാവിൽ കർത്താവ് എപ്പോഴും അങ്ങനെ ആരാധിക്കുന്നവർ, എപ്പോഴും അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ. അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് സ്വർഗ്ഗസിംഹാസനം, നമ്മുടെ ആത്മാവിൻ്റെ തലം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗസിംഹാസനമാണ് അതിവിശുദ്ധ സ്ഥലം എന്നൊക്കെ എബ്രായർ 9:24 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഈ ക്രൂസിൻ്റെ മാർഗ്ഗം. നമ്മെ തന്നെ സംഭവമായിട്ടും കർത്താവിൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്നൊരു കൊച്ചു കുഞ്ഞിനെപ്പോലെ സമർപ്പിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന് ആത്മാവ് നമ്മളിൽ നിന്ന് നിറഞ്ഞ് നമ്മൾ കർത്താവിനോട് ഒന്നായി ചേർന്ന് ഇവിടെ ആത്മാവിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനും നമ്മളുടെ ദാഹവും കർത്താവിൻ്റെ ദാഹവും ഒക്കെ നിവർത്തിയാകുന്നൊരിടം നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ദാഹത്തെ ശമിപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് കർത്താവിനോട് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവം ആ ദാഹത്തോടെയാണ് കർത്താവ് മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ സൃഷ്ടിച്ചത്. ആദാമിനോടും അവരോടും
അവരെ സൃഷ്ടിച്ച് 6-ാം ദിവസത്തിന്റെ പകുതിയിൽ 2-ാം പകുതിയിൽ അവരെ സൃഷ്ടിച്ചിട്ട് 7-ാമത്തെ ദിവസം അവരോടൊപ്പം ഒരു കൂട്ടായ്മയിൽ, ഒരു ആരാധനയിൽ അവര് ചെലവഴിക്കുകയായിരുന്നു. എന്ന് പിശാച് വന്ന് അവരെ തെറ്റിച്ചു കളഞ്ഞു. ഇന്നും നമ്മളെ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം അന്ന് ആദാമിനോട് അവരോട് ഉള്ള ഒരു വലിയ കൂട്ടായ്മയോടെ, ഒരു ദാഹത്തോടെ അവരെ സൃഷ്ടിച്ചു. ഇന്ന് നമ്മളെയും ദൈവം പുതു സൃഷ്ടിയാക്കി തരുന്നത് ഈ ഒരു ദാഹത്തോടെ. എൻ്റെ മകന്, എൻ്റെ മകള് അവനോട് എനിക്ക് ആത്മാവിൽ ഒന്നായിട്ട് ആ ഒരു കൂട്ടായ്മയിലായിരിക്കണം എന്നുള്ള ദാഹത്തോടെ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടേതായ രീതിയിൽ നമ്മളൊന്ന് ഒഴിഞ്ഞു പോകും. എന്നാൽ നമുക്ക് തിരിച്ചു വരാം. കർത്താവേ, അവിടുത്തെ മറുപടി ചാടിയപ്പോഴും അങ്ങനെ ആരാധിക്കുന്ന രാഘവാന് ദേഹിയിലോ ദേഹത്തിലോ ഒക്കെ ഉള്ളൊരു അങ്ങനെ ഒരു കാര്യം അല്ല കർത്താവെ, മറിച്ച് ആത്മാവിൽ അത് തുടങ്ങി പിന്നെ ദേഹിയിലും പിന്നെ ദേഹത്തിലും നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മളുടെ ചിന്തകൾ നവീകരിക്കപ്പെടുന്ന, വികാരങ്ങൾ എക്സൈറ്റഡ് ആവുന്നു, നമ്മൾ കൈകൊട്ടുന്നു, എല്ലാം നല്ലത് തന്നെ. ദേഹിയിലും ദേഹത്തിലും ഒക്കെ നിറഞ്ഞ് കവിയണം, നല്ലത് തന്നെ. നമ്മൾ ഉച്ചത്തിൽ പാടുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പക്ഷെ അതാ എവിടെ തുടങ്ങേണ്ടത്? ആത്മാവിൽ തുടങ്ങണം. അതിനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, നമ്മെ തന്നെ ജീവനുള്ള യാഗമായിട്ട് തന്നെ സമർപ്പിക്കുക. പരിശുദ്ധാത്മ നമ്മൾ നിറയ്ക്കും. ഇത് നമുക്കിതൊരു യാഥാർത്ഥ്യമാക്കി തീരും. ഇതൊരു മീറ്റാണ്, ഇതൊരു എന്താ പറയുന്നത്, മിൽക്കല്ല, ഇതൊരു പാലും കട്ടിയായിട്ടുള്ള ആഹാരമുണ്ട്. പാലല്ല, ഇത് കട്ടിയായിട്ടുള്ള ആഹാരമാണ്. അപ്പം അത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അത് യാഥാർത്ഥ്യമായി തീരും. നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ ഒരു വെളിപ്പാടായിട്ട് ദൈവം ആക്കി തരും. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ശത്രുവീനസ്ത്രം ശക്തിയുടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. ജനകളുടെ ബലമർന്നു നീ ഞങ്ങൾക്കായി ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദിനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ള എല്ലാം നഷ്ടമാകിലും ലോകത്താർ നിത്യം ദോഷിച്ചേരിലുന്നേശുവേ. ലോകത്താർ നിത്യം ദോഷിച്ചേരിലുന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനി, നിന്നെ വിട്ടിട്ടടിയെന്ന് ഇന്നു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയെന്ന് ഇന്നു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തീശുവേ. നീയല്ലാതെ
സകല ദിവ്യ സമ്പത്തേശുവേ. അതേ കർത്താവേ, നീ അല്ലാതെ ഈ ഭൂമിയിൽ ആഗ്രഹിക്കാൻ വേറെ ആരുണ്ട്? വേറെ എന്തുണ്ട്? ഈ ഭൂമിയുടേതായിട്ടുള്ള എല്ലാം കർത്താവേ, ഈ ഭൂമിയെല്ലാം സർവ്വലോകവും നേടിയാലും കർത്താവേ, നിങ്ങളുടെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാൽ അതിലെന്ത് പ്രയോജനമെന്ന് അവിടുന്ന് ചോദിച്ചു. കർത്താവേ, ഈ എല്ലാത്തിലെയും ഈ ഭൂമിയിലുള്ളതിനെക്കാട്ടിലും എല്ലാം ആഗ്രഹിക്കത്തക്കതായിട്ട് കർത്താവെ അവിടുന്ന് മാത്രമുള്ളതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവെ, ദ മോസ്റ്റ് ഡിസറബിൾ വൺ, അവിടുന്ന് മാത്രം ആരാധ്യനായിട്ട് ആയിരിക്കുന്നവർ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതേ കർത്താവെ, മാന്യത്തോടിന് വേണ്ടി കാക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ പ്രാണൻ അങ്ങയോട് ചേരുവാനായിട്ട് അങ്ങയിലേക്ക് ആ സോൾ പാൻറ്റത്ത് ഫോർ യു. കർത്താവെ, മാൻപേടകൾക്ക് ഉള്ള ദാഹം ഉണ്ടെങ്കിൽ ആ മാൻപേടകളെ ഏത് കുന്നും പർവ്വതവും എല്ലാം താണ്ടി, ഏത് കാടുകളെല്ലാം താണ്ടി ആ നീർത്തോടുകളിലേക്ക് ചേരുവാനായിട്ട് അതിനായിട്ടുള്ളൊരു ദാഹം. അതെ കർത്താവേ, അങ്ങേക്കായിട്ട് അതുപോലൊരു ദാഹം ഞങ്ങൾക്ക് വേണം. പരിശുദ്ധാത്മാവിനെ ആ ദാഹം ഒഴിവാക്കാൻ നമുക്കുള്ളൂ. അങ്ങ് ഞങ്ങളെ അതുപോലെ ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നല്ലോ കർത്താവേ. ഞങ്ങളെ തന്നെ ആഗ്രഹിക്കുന്ന, ഞങ്ങളെ ഉത്തമഗീത 7:10-11 വായിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ പ്രിയനുള്ളവളാണ്, അവൻ്റെ ആഗ്രഹം എന്നോടാകുന്നു. ഹിസ് ഡിസയർ ഇസ് ഫോർ മീ, ഐ ആം മൈ ബിലവഡ്സ് ആൻഡ് ഹിസ് ഡിസയർ ഇസ് ഫോർ മീ. എനിക്കായിട്ട് ആഗ്രഹിക്കുന്ന, എനിക്കായിട്ട് ദാഹിക്കുന്ന, അതേ കർത്താവേ, എനിക്കായിട്ട് ദാഹിക്കുന്ന ഒരു കർത്താവ് ഉള്ളതോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിതാവ് അതുപോലെ ആ സത്യാരാധകർക്കായിട്ട് ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന നിത്യത മുതലേ കർത്താവേ അവിടുന്ന് ആ സ്നേഹം പങ്കിടാനായിട്ട് ദാഹിച്ചു. ആ ത്രിയേക ദൈവം കൂടാനുകൂടി ദൂതന്മാരെയൊക്കെ സൃഷ്ടിച്ചിട്ടും തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആരുമില്ലായിരുന്നു. എന്നാൽ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആദാമിനെ അവരെയും സൃഷ്ടിക്കുമ്പോൾ തൻ്റെ ദാഹം തീർപ്പാനായിട്ട് തൻ്റെ ഈ താൻ സ്നേഹമാകുന്നു, ദൈവസ്നേഹമാകുന്നു, ആ സ്നേഹം പകരാനായിട്ട് തൻ്റെ ആ കൂട്ടായ്മയിലേക്ക്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിലൂടെയുള്ള ആ കൂട്ടായ്മയിലേക്ക് വരുവാനായിട്ട് ആദാമിനെയും അവയെയും ആ ദാഹത്തോടെ അവിടുന്ന് സൃഷ്ടിച്ചു. എന്നാൽ അവർക്ക് അതിന് കഴിയാതെ അവർ വീണ്ടും പോയി. എന്നാൽ യേശു വീണ്ടും ആ ജാതീയമായ അതിർവരമ്പുകളെല്ലാം കടന്ന് ശമരിയ ദേശത്തേക്ക് ചെന്നു. യഹൂദന്മാരെന്ത് പറയും, യഹൂദന്മാർ തന്നെ പ്രഷറാക്കൂ, അവരെന്ത് പറയുന്നൊന്നും നോക്കാതെ കർത്താവിൻ്റെ ദാഹം ആ ശമരിയ ദേശക്കാരോടും ആ ശമരിക്കാരത്തെ സ്ത്രീ അവളോടുമൊക്കെയുള്ള കർത്താവേ അവിടുത്തെ ദാഹം. അതേ കർത്താവേ, ഞങ്ങൾ അതുപോലുള്ളവരാണല്ലോ കർത്താവേ. ഞങ്ങളും പുറമ്പോക്കിൽ ഒരു ഗണനതയെ തോന്നാതെ ശമരിയക്കാരത്തെ പോലെ വാഗ്ദത്ത ജനമെന്ന് പറയാനോ ഒന്നുമില്ലാതെ കർത്താവേ, ഞങ്ങൾ കർത്താവേ വിഗ്രഹാരാധികളായിട്ട്, അന്ധരായിട്ട്, കർത്താവേ ഞങ്ങൾ പ്രത്യാശയില്ലാത്തവരായിട്ട്, കർത്താവേ മൃതരായിട്ടുള്ള അവസ്ഥയിൽ കർത്താവേ അവിടത്തേക്ക് കർത്താവേ ഞങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ഞങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവേ ഞങ്ങൾക്കായിട്ട് ദാഹിച്ച് അവിടുന്ന് സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് വന്നു. അതേ കർത്താവേ, അവിടുത്തെ ദാഹത്തിന് ശമനം ഉണ്ടാകുമെന്നൊക്കെവണ്ണം ഞങ്ങൾ ആത്മാവിൽ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായിട്ട് എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് കർത്താവേ എല്ലായ്പ്പോഴും ആ സീറോവായിട്ട്, വട്ടപൂജ്യമായിട്ട്, നോബഡിയായിട്ട്, ഏതുമില്ല എന്നുള്ള അർത്ഥത്തിൽ കർത്താവേ ഞങ്ങളത്തിന് സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേയിരിക്കാനും അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിരന്തരം നിറയപ്പെട്ട് ആത്മാവിൽ അങ്ങയോട് ചേർന്ന് അങ്ങ് മാത്രം മതി ഞങ്ങൾക്ക്. അങ്ങക്ക് മാത്രമേ ഞങ്ങളുടെ ദാഹം തീർക്കുവാനും പറ്റുകയുള്ളൂ. ലോകത്തിൻ്റെ വെള്ളത്തിനൊന്നും കർത്താവേ ദാഹം തീർക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, ദാഹം കൂട്ടത്തേ ഉള്ളൂ. കർത്താവേ, എന്നാൽ അങ്ങക്ക് മാത്രം എൻ്റെ ദാഹം തീർക്കാനൊക്കും. എൻ്റെ ആ ഗോഡ് ഷേപ്പ് വാക്വം, എൻ്റെ ഹൃദയത്തിലുള്ള ദൈവത്തിൻ്റെ ആകൃതിയിലുള്ള ആ ശൂന്യതയിൽ നിറയ്ക്കുവാൻ കർത്താവേ അങ്ങക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടുത്തെ ജീവിതത്തിലെ നദികൾക്ക് സാധിക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവ് തന്നെ, ദൈവം തന്നെ ഞങ്ങളുടെ ഉള്ളിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവായിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് നിറഞ്ഞ് കർത്താവേ ആ നിറവോടെ ദാഹം തീർക്കുവാൻ, ഞങ്ങളുടെ ദാഹം മാത്രമല്ല കർത്താവേ അത് നിറഞ്ഞു കവിഞ്ഞൊഴുകി അത് നിത്യജീവികളിലേക്കുള്ള നീരുറവയായിട്ട് അത് വീണ്ടും ജീവജല നദികളായിട്ട് ഒഴുകി ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നവരുടെയും ദാഹം തീർക്കുവാൻ തക്കവണ്ണം അവർക്കും കർത്താവേ ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കൃപയുടെ, പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് അവർക്കും അവരുടെയും ദാഹം തീർക്കുവാൻ തക്കവണ്ണം അവരെയും കർത്താവിലേക്ക് ആനയിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഞങ്ങളുടെ ദാഹം തീർത്തുകൊണ്ടേയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാഹത്തെ എപ്പോഴും തീർപ്പാൻ തക്കവണ്ണം ഞങ്ങൾ കർത്താവെ എപ്പോഴും അവൈലബിൾ ആകുവാൻ തക്കവണ്ണം
ആത്മാവിലെ കർത്താവെ അങ്ങോടൊന്നായി ചേർന്നിരിക്കാൻ തക്കവണ്ണം കർത്താവിടുത്തെ മുൻപാകെ ആ സുവർണ്ണാൽത്താരയിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ടും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് സമർപ്പിക്കുവാൻ കർത്താവെ വികാരങ്ങളിലോ കർത്താവ് ഞങ്ങളുടെ ചിന്തകളിലോ ഉണർത്തപ്പെടുന്നത് മാത്രമല്ല എന്നാൽ ആത്യന്തികമായിട്ട് ആ വചനത്തിൻ്റെ വാള് കർത്താവെ ഞങ്ങളുടെ സ്വയംരഹിതമാകുന്ന ആ തിരശ്ശീലയിൽ തന്നെ ചിന്തി കർത്താവെ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ഞങ്ങളോടൊന്നായി ചേർന്ന് അവിടുത്തെ ദാഹത്തെ തീർപ്പാൻ ഞങ്ങളുടെ ദാഹം ശമിക്കപ്പെടുവാൻ അനേകരുടെ ദാഹത്തെ തീർക്കുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ചായിട്ട് അതിനായിട്ട് അവിടുന്ന് ഒരുക്കിയ ജീവനുള്ള പുതുവഴിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്ദി കർത്താവെ. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയല്ലോ. അതേ കർത്താവ് അങ്ങനെ തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം ബ്ലറായി പോവും. അതേ കർത്താവ് ഈ ലോകത്തിൻ്റെതായ മാനങ്ങളും മഹത്വങ്ങളും ലോകത്തിൻ്റെ ഇമ്പങ്ങളും കാര്യങ്ങളും എല്ലാം യേശുവേ അങ്ങേ നോക്കുമ്പോൾ ബാക്കിയെല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലേർഡായിട്ട് പോകും. എല്ലാം ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഫെയ്ഡവേ ആയിട്ട് മങ്ങിപ്പോകും. അങ്ങ് മാത്രം ആ മറുപൂമലയിൽ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ശബ്ദത്തിന് അവർ കീഴടങ്ങിയപ്പോൾ അവർ തലയുയർത്തി നോക്കി. മത്തായി 17:8-9 വാക്യങ്ങൾ ഞങ്ങൾ വായിക്കുന്നത് പോലെ അപ്പോൾ അവർ വേറെ മോശയെ ഏലിയാവിനെയോ വേറെ ഒന്നും കണ്ടില്ല. അവർ യേശുവിനെ മാത്രം കണ്ടു. അവർ ബാക്കിയെല്ലാം അവരുടെ കാഴ്ചയിൽ നിന്ന് മങ്ങിപ്പോയി. യേശുവിനെ മാത്രം അവർ കണ്ടു. ഞങ്ങളും അവിടുത്തെ പിതാവിൻ്റെ ശബ്ദത്തിന് അതുപോലെ കീഴടങ്ങി കർത്താവെ വചനത്തിൻ്റെ വാളിന് കീഴടങ്ങി ചെത്തിവെളുപ്പാക്കുന്ന കത്തിക്ക് കീഴടങ്ങി നിങ്ങൾ തന്നെ വസിച്ച് അങ്ങയെ മാത്രം കാണുവാൻ ആരാധിക്കുവാൻ ഞങ്ങൾ ഒരിക്കലും സഹായിക്കണം. അതേ കർത്താവെ നന്ദി യേശുവിനാണ്. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയല്ലോ. ഈ കാര്യങ്ങളൊക്കെ ഒരു തിയറിയായിട്ട് ഞങ്ങളുടെ മനസ്സിലിരിക്കുവാനല്ല, മറിച്ച് കർത്താവെ പരിശുദ്ധാത്മാവ് ഓരോ സന്ദർഭങ്ങളിൽ ഞങ്ങളെ ഉറപ്പിക്കുമ്പോൾ അവിടെ എല്ലാം ഞങ്ങളതിനെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിച്ചുകൊണ്ടേയിരിക്കാനും അവിടെ ആത്മാവിനാൽ നിറയപ്പെട്ടുകൊണ്ടേയിരിക്കാനും ആരാധിച്ചുകൊണ്ടേയിരിക്കാനും അതേ കർത്താവ് ഞങ്ങളുടെ ദാഹവും അവിടുത്തെ ദാഹവും ശമിപ്പിക്കുന്ന ആ സത്യാരാധനയായിട്ട് ആയിത്തീരുവാനും ഞങ്ങളുടെ പ്രായോഗിക രംഗങ്ങളിലെ കർത്താവ് ഞങ്ങളുടെ പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ പല നിരാശയുടെയോ പല പരാതിയുടെയോ പ്രതികൂലത്തിൻ്റെയോ അശുദ്ധിയുടെയോ കോപത്തിൻ്റെയോ കയ്പിൻ്റെയോ ഒക്കെ പല രംഗങ്ങളിൽ കർത്താവ് അവിടത്തേക്ക് ഒരു ആരാധകനായിട്ട് മാറുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളുടെ പ്രലോഭനത്തിൻ്റെ മധ്യത്തിൽ കർത്താവെ അവിടത്തേക്ക് ഒരു ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ കർത്താവെ ഞങ്ങൾ ഒരു പ്രതിസന്ധികളും പല പ്രയാസങ്ങളിലൊക്കെ നേരിടുന്ന സമയത്ത് ഞങ്ങളുടെ സ്വന്തം ഇഷ്ടം ചെയ്യുവാനുള്ള പ്രലോഭനങ്ങൾ ശക്തമായിട്ട് വരുമ്പോൾ അവിടെ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ എബ്രഹാം ഇസ്ഹാക്കിനെ നൽകി ആരാധിച്ചതുപോലെ യോബ് തനിക്കുള്ളതെല്ലാം പോയിട്ടും അവിടെ ദൈവത്തെ വീണുവണങ്ങി ആരാധിച്ചതുപോലെ കർത്താവെ അങ്ങേ ആരാധിപ്പാൻ എല്ലാം സമർപ്പിച്ച് അങ്ങേ അബിദിനയിലെ മറിയം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ള ആ സുഗതവചന ഭരണെ പൊട്ടിച്ചൊഴിച്ച് അങ്ങേ ആരാധിച്ചതുപോലെ ഏറ്റവും വിലപ്പെട്ടതിനെ നൽകി അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളുടെ സ്വന്തം ജീവിതത്തിനെയും കർത്താവെ നൽകി ആരാധിപ്പാൻ എനിക്ക് ചിലവില്ലാത്തതൊന്നും ഞാൻ യഹോവയ്ക്ക് യാഗമായി കഴിക്കില്ലെന്ന് ദാവീദ് പറഞ്ഞതുപോലെ കർത്താവ് ഞങ്ങളുടെ സ്വയജീവൻ്റെ വില നൽകി കർത്താവ് എപ്പോഴും അങ്ങേ ആരാധിച്ചുകൊണ്ടേയിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിന് അവിടുത്തെ ആരാധനയായി തീരുവാൻ ആ ജീവിതത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജോലിയാകട്ടെ, ഞങ്ങളുടെ പഠിത്തമാവട്ടെ, ജോലിയാകട്ടെ, ഞങ്ങളുടെ യാത്രയാകട്ടെ, സംസാരങ്ങളോ ഇടപെടലുകളോ ബാക്കി ഞങ്ങളെന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം അവിടത്തേക്ക് ഒരു സൗരഭ്യാഗമായി തീരാൻ തക്കവണ്ണം യേശു പിതാവിൻ്റെ സൗരഭ്യാഗമായി തീർന്നതുപോലെ അവിടത്തേക്ക് സൗരഭ്യാഗമായി തീരാൻ തക്കവണ്ണം ഞങ്ങളുടെ സഹായിക്കണം. നന്ദി കർത്താവേ. ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങളെ സഹായിക്കാൻ പോയി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യും. അതേ കർത്താവ് ഇതിൻ്റെ ആഴത്തിൽ ഇതൊരു അനുഭവമായിട്ട് മാറാൻ അവിടുന്ന് അധികമായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കാൻ പോകുന്നവർക്ക് നന്ദി പറയുന്നു. നന്ദി യേശു. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ വലിയ മധുരമുള്ള നാട്ടിൽ. ആമേൻ.